शांति। तो आज एक बहुत अच्छा विषय चर्चा करेंगे। जीवन को खुशहाल बनाने के लिए सकारात्मक चिंतन की आवश्यकता। ഇന്ന് ഈ ഒരു വിഷയത്തിന്റെ മേലെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ജീവിതത്തെ പോസിറ്റീവാക്കി മാറ്റാനായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള जीवन को खुशहाल बनाने के लिए सकारात्मक चिंतन की आवश्यकता। ജീവിതം സന്തോഷം നിറഞ്ഞതാക്കി മാറ്റാൻ നമ്മൾ വളരെ പോസിറ്റീവായി ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. क्योंकि वर्तमान समय आज हर एक के जीवन में कोई ना कोई समस्या है, प्रॉब्लम है, और जहाँ समस्या है, प्रॉब्लम है, वो सुखी नहीं है, वो दुखी है. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ദുഃഖികളാണ്, ആരും സുഖികളല്ല. और जीवन की समस्याओं का मूल कारण है मन के चलने वाले नेगेटिव विचार. മനസ്സിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങളാണ് ജീവിത ദുഃഖങ്ങൾക്ക് കാരണം. क्योंकि विचारों से शब्द बनते हैं, विचारों से वृत्ति बनती है, विचारों से दृष्टि बनती है, विचारों से भावना बनते, संस्कार बनते, सब कुछ विचारों से बनता है. വിചാരങ്ങളിലൂടെയാണ് നമ്മുടെ വാക്കുകൾ ഉണ്ടാകുന്നത്, വിചാരത്തിലൂടെയാണ് നമ്മുടെ പെരുമാറ്റം ഉണ്ടാകുന്നത്, നമ്മുടെ ദൃഷ്ടി ഉണ്ടാകുന്നത്, നമ്മുടെ കർമ്മം ഉണ്ടാകുന്നത്. ഇതെല്ലാം തന്നെ വിചാരങ്ങളിലൂടെയാണ് കാഴ്ചപ്പാടുണ്ടാകുന്നത്. आज हमें यहाँ क्यों आए हैं? क्योंकि यहाँ आपको मुरली के माध्यम से विचार मिलते हैं. क्योंकि आज टीवी खोलो नेगेटिव, अखबार खोलो नेगेटिव, इसके बाद जाकर के बैठो नेगेटिव, हर जगह नेगेटिविटी है. तो इसलिए यहाँ 1 घंटे मेडिटेशन करते हैं और मुरली सुनते हैं, इससे आपका जीवन पॉजिटिव हो जाता है. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിനും നെഗറ്റീവാണ്. TV തുറന്നു വെച്ചാലും നെഗറ്റീവാണ്, പത്രം തുറന്നു നോക്കിയാൽ നെഗറ്റീവാണ്. എല്ലാത്തിനും നമുക്ക് ആരെങ്കിലും അടുത്ത് ഇരുന്ന് അവരുടെ അടുത്ത് നമ്മൾ എന്താണ് കേൾക്കുന്നത്? നെഗറ്റീവാണ്. എല്ലാവരും നെഗറ്റീവാണ്. അപ്പോൾ ഈ നെഗറ്റീവിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താധാര ഉണ്ടാക്കാം, ലൈഫ് ഉണ്ടാക്കാം, അതിനെ കുറിച്ചാണ് പറയുന്നത്. नेगेटिव वालों को रात को चैन की नींद नहीं आती, वो करवट बदलता रहता है. നെഗറ്റീവായി ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും രാത്രി ഉറക്കം വരില്ല. नेगेटिव वाला आत्मचिंतन परमात्मा चिंतन नहीं कर सकता. നെഗറ്റീവായി ചിന്തിക്കുന്നവർക്ക് ആത്മചിന്തനമോ പരമാത്മ ചിന്ത എന്ന് വെച്ചാൽ ആത്മചിന്തകളിൽ ഇരിക്കാനോ പരമാത്മ ചിന്തകളിൽ ഇരിക്കാനോ സാധ്യമല്ല. नेगेटिव वाला जहाँ है उसके घर में शांति नहीं है, सुख नहीं है, पानी के मटके भी सूख जाते हैं उसके घर. നെഗറ്റീവ് ചിന്തകളുള്ളവരുടെ വീട്ടില് ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. അവരുടെ വീട്ടിലെ മൺപാത്രം ഉണ്ടല്ലോ, വെള്ളം നിറച്ച് വെച്ചിരുന്നത്, അതൊക്കെ ഉണങ്ങി കറണ്ട് പോകും. घर में एसी है, गाड़ी है, लेकिन अगर चिंतन नेगेटिव है, उस एसी गाड़ी का भी सुख अनुभव नहीं होगा. നമ്മുടെ വീട്ടില് വണ്ടി ഉണ്ടായിരിക്കും, AC ഉണ്ടായിരിക്കും, വലിയ കൊട്ടാരം ഉണ്ടായിരിക്കും. പക്ഷെ നെഗറ്റീവ് ചിന്തകളാണ് എങ്കിൽ നമുക്ക് അതിലൊന്നും സുഖം അനുഭവിക്കാൻ സാധ്യമല്ല. नेगेटिव वाला खुश नहीं रह सकता, उसके चेहरे में हमेशा उदासी होगी, उसको डर होगा, भय होगा, चिंता होगी. നെഗറ്റീവായി ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല, അവരുടെ മുഖത്ത് ഒരിക്കലും പ്രസന്നത ഉണ്ടാവില്ല, അവർക്ക് ചിന്തയും ഭയവും ഒക്കെ ആയിരിക്കും. नेगेटिव वाला उसकी बुद्धि भी भटकते है, मन भी भटकता है. നെഗറ്റീവായി ചിന്തിക്കുന്നവരുടെ മനസ്സും ബുദ്ധിയും അലഞ്ഞുകൊണ്ടിരിക്കും. और नेगेटिव वालों को रात को चैन की जब नींद नहीं आती, वो नींद का सहारा लेने के लिए वो शराब पीता, आजकल दुनिया में, या कहीं जिसने नींद पिटाई उसको मार भी देता है, उसके ऊपर गुस्सा भी करता है. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് ഒന്ന് സ്വസ്ഥമായി സുഖമായി ഉറങ്ങാൻ പറ്റില്ല, അല്ലെ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ അടിക്കും, ഇടിക്കും, അല്ലെ? ഭയങ്കര ബഹളം വെക്കും, എന്നുവെച്ചാല് അവര് മറ്റുള്ളവരെ ഉപദ്രവിക്കും. नेगेटिव वालों का हमेशा टाइम वेस्ट हो रहा है, उसको एक एक पल काटना बड़ा मुश्किल होता है. നെഗറ്റീവായി ചിന്തിക്കുന്നവരുടെ സമയം പാഴാക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷങ്ങളും കടന്നു പോകാൻ അവർക്ക് വളരെ പ്രയാസമായിരിക്കും. और वो खुद नेगेटिव होने के कारण हर इंसान उसको बुराई दिखता है, अच्छा कोई दिखता ही नहीं है. उसको लगता है संसार बहुत खराब है. നെഗറ്റീവായിട്ട് അവർ ചിന്തിക്കുന്നത് കാരണം അവർക്ക് ആരും നല്ലതായിട്ട് അനുഭവപ്പെടില്ല, ആരും നല്ലവരാണെന്ന് തോന്നില്ല. जैसा चश्मा पहनोगे वैसी दुनिया दिखती है. अगर दुनिया खराब दिखती है, लोग खराब दिखते हैं, इसका मतलब खराब आपके अंदर है, आपकी सोच नेगेटिव बने, इसीलिए सब कुछ बुरा दिख पड़ रहा है. മറ്റുള്ളവരിൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കാണുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ്? മഞ്ഞ കണ്ട വെച്ചാൽ മഞ്ഞയായിട്ട് കാണാൻ, പച്ചയായിട്ട് കാണാം. നമ്മുടെ ഉള്ളിലാണ് ആ കുറവുകൾ ഉള്ളത്, അതുകൊണ്ടാണ് അത് മറ്റുള്ളവരിൽ കാണപ്പെടുന്നത്. नेगेटिव वालों के दिमाग के प्रमाण से ज्यादा विचार लेने के कारण वो मानसिक रूप से, शारीरिक रूप से थक जाता है. നെഗറ്റീവ് ചിന്തിക്കുന്നവര് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ, അശുഭമായ ചിന്തകളിലായതുകൊണ്ട് ശാരീരികമായും മാനസികമായിട്ടെല്ലാം അവര് തളർന്നുകൊണ്ടിരിക്കും.
निगेटिव वालों के मन के विचार ज्यादा चलने से उसका मन भारी होता है, और भारी मन ऊपर प्रभु चिंतन करने के लिए नहीं जाएगा। एक लोहे का मन ऊपर को कैसा जाएगा? इसलिए मन भारी से बुद्धि भी क्या होते हैं? असुच्च बनती है। जिसका मन बुद्धि नहीं, मन बुद्धि इसकी असुच्च है, वो परमात्मा चिंतन आत्मचिंतन नहीं कर सकता। അപ്പൊ നെഗറ്റീവായി ചിന്തിക്കുന്നവരുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അങ്ങ് കൂടുതലായിരിക്കും, ഓവറായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓവറായിട്ടുള്ള ചിന്തകൾ വരുന്ന കാരണം അവരുടെ മനസ്സും ഭാരമുള്ളതായിരിക്കും. അല്ലെ? മനസ്സും ശരീരവും എല്ലാം അവർക്ക് അനുഭവപ്പെടും, ഭയങ്കര ഭാരം അനുഭവപ്പെടും. निगेटिव को हिंदी में कहते हैं तनाव। जिसको निगेटिव ज्यादा चिंतन चलता है उसको कहते हैं मुझे बहुत तनाव आ रहा है। ഈ നെഗറ്റീവായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ടെൻഷൻ ഉള്ളവരായിരിക്കും, എപ്പോഴും മാനസിക പിരിമുറുക്കങ്ങളായിരിക്കും. तनाव, तन में आना, वो हमेशा बॉडी कॉन्शियस होगा। അവരെപ്പോഴും ദേഹബോധത്തിലായിരിക്കും. तनाव को इंग्लिश में कहते हैं टेंशन। ടെൻഷൻ എന്നാണ് നമ്മൾ പറയാ. मतलब 10 सन मतलब बच्चे। അല്ലെ? ആ എന്ന് പറഞ്ഞാൽ 10 അല്ലേ? സൺ എന്ന് പറഞ്ഞാൽ മകൻ. ये टेंशन क्या है? 10 बच्चे। अब किसी के 10-12 बच्चे हैं, माँ बाप शांति से बैठेंगे, एक आएगा पापा जी मुझे कपड़े चाहिए, उसको भगाओ, दूसरे कहेगा पापा जी मुझे परीक्षा के भी देने। जितने बच्चे उतनी समस्या भी ज्यादा। इसीलिए आजकल कहते हैं छोटा परिवार सुखी परिवार। അതുകൊണ്ട് 10 മക്കളുണ്ടെങ്കിൽ അച്ഛനമ്മയ്ക്ക് സ്വസ്ഥത കൊടുക്കുക. അത് വേണം, ഇത് വേണം, ഇത് വേണം, അത് വേണം ചോദിച്ച് എപ്പോഴും ശല്യം ചെയ്യല്ലേ. അപ്പൊ പറയും ചെറിയ കുടുംബമാണ് നല്ല സുഖി കുടുംബം എന്ന് പറയും. तो हमारे बच्चे कौन से अनेक थॉट्स क्रिएट करेंगे, मुझे ये करना है, मुझे ऐसे करना है। जितने थॉट्स दिमाग में ज्यादा पैदा होंगे उतना वो शाम को शांति से योग में बैठता है, उसको वही विचार घूम करके वापस आते हैं, कहते पापा जी, उसको भगाओ, दूसरे कहेगा पापा जी, वो विचार आपको योग में बैठने ही देंगे। इसलिए कम विचार को पैदा करो, उतना आप मेडिटेशन कर सकते हैं, सुखी रह सकते हैं। ടെൻഷൻ അല്ലേ? അപ്പൊ സൺ 10 മക്കള്, നമ്മുടെ മക്കളാരാണ്? നമ്മുടെ തന്നെ ചിന്തകളാണ്. അപ്പൊ നമ്മുടെ തന്നെ ചിന്തകൾ വന്ന് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരുപാട് ചിന്തകൾ വന്ന് ഇങ്ങനെ നമ്മുടെ ചിന്തകളെ സ്വയം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? അല്ലെ? ആ നമ്മള് ഇതുപോലെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. इसलिए निगेटिव वाला भ्रुकुटी आसन पर बैठ नहीं सकता। നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് യോഗ ചെയ്യാൻ പറ്റില്ല, മനസ്സും ബുദ്ധിയും ഭാവിയിൽ ഏകാഗ്രമാക്കാൻ പറ്റില്ല, ആത്മസ്ഥിതിയിൽ ഇരിക്കാൻ പറ്റില്ല. निगेटिव ज्यादा सोचने से व्यक्ति का दिमाग गर्म हो जाता है, क्योंकि निगेटिव की स्पीड ज्यादा होती है। क्यों हुआ, मेरे साथ क्यों हुआ, ऐसे कैसे हुआ? ज्यादा दिमाग विचार चले तो दिमाग गर्म हो जाता है, और जिसका दिमाग गर्म होता है उसके दिमाग में केमिकल्स उतरते हैं और शरीर की बीमारी होती है। അതുകൊണ്ട് നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക, എടുത്ത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്കെന്താ ഇങ്ങനെ വരുന്നൊക്കെ നമ്മൾ ഒരുപാട് നെഗറ്റീവായി തിങ്കിങ് ചെയ്യുമ്പോൾ ബുദ്ധി തന്നെ ചീത്തയാണ് അല്ലെ? അപ്പൊ ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ പല കെമിക്കൽസ് നമ്മുടെ ഉള്ളില് ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് പല ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും. इसलिए कहते भी है जिसका पाव गरम, पेट नरम, दिमाग ठंडा, उस घर में कोई डॉक्टर है उसको मार दो डंडा। അതായത് നമ്മുടെ കാല് ചൂടായിരിക്കണം അല്ലെ? നമ്മുടെ വയറ് സോഫ്റ്റ് ആയിരിക്കണം, നമ്മുടെ ബുദ്ധി ശീതളമായിരിക്കണം. लेकिन आजकल और वहां डॉक्टर आने की जरूरत नहीं जी। जब ये तीन चीजें होते हैं तो उस घर में डॉक्टर आने की जरूरत नहीं। നമ്മുടെ അടുക്കലുണ്ടെങ്കിലേ നമുക്ക് ഡോക്ടറുടെ ആവശ്യമില്ല. लेकिन आजकल उल्टा होता है, पांव रहते ठंडे, दिमाग रहता है गरम। അല്ലെ? നേരെ തിരിച്ചല്ലേ? കാലുകള് ഭയങ്കര ചൂടും അല്ലെ, കാലുകള് ഭയങ്കര തണുപ്പും തലയ്ക്ക് ഭയങ്കര ചൂടും. തലയ്ക്ക് ശീതളതയും കാലിന് ചൂടാണ് വേണ്ടത്. നേരെ തിരിച്ച്. क्योंकि वॉकिंग करेंगे नहीं, पैदल चलेंगे नहीं, गाड़ियों में जाएंगे, स्कूटी में जाएंगे। हाँ, कईयों को लगता है अगर हम पैदल चलेंगे तो लोग कहेंगे इसके पास कुछ भी नहीं है, गरीब है, इसलिए दूसरों को दिखाने के लिए गाड़ी में चलेंगे, ये करेंगे। और जो वॉकिंग नहीं करता, उसका ब्लड सर्कुलेशन नहीं होता, उसको कई शरीर की बीमारियां होती हैं। അപ്പോ ഇന്നത്തെ കാലത്ത് ആരും നടക്കില്ല, എപ്പോഴും ഇങ്ങനെ സ്കൂട്ടറിലൊക്കെ സഞ്ചരിക്കും അല്ലെ? നടക്കേയില്ല. അപ്പൊ നടക്കാതെ വരുമ്പോഴും നമുക്ക് അസുഖങ്ങൾ വർദ്ധിക്കും. इसलिए हमेशा वॉकिंग करो, पैदल चलो, इससे आपको ब्लड सर्कुलेशन होगा, पांव हमेशा गर्म रहेगा। എപ്പോഴും നടക്കണം, നടക്കുമ്പോഴാണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ കാലുകളൊക്കെ ചൂടായിരിക്കും. आज पेट इडली अच्छी है, डोसा अच्छा है तो ज्यादा खाएंगे। जब ज्यादा खाएंगे और कोई ऐसी वैसी चीज बने तो नाक भी मोड़ेंगे, क्या बनाया। जीभ की टेस्ट पेट में वेस्ट। जो जीभ को अच्छा लगता है वो नहीं खाओ, जो पेट को अच्छा लगता है वही खाओ।
അതുകൊണ്ട് നമ്മളിങ്ങനെ നല്ല ടേസ്റ്റുള്ള ആഹാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് എന്നിട്ട് നിറച്ച് കഴിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ വയറിന് വേണ്ടത് എന്താണ്? ഗുണം ചെയ്യുന്ന ആഹാരങ്ങൾ കഴിക്കണം. ടേസ്റ്റ് ഉള്ളത് നമ്മൾ ഒരുപാട് അങ്ങ് കഴിക്കുക, അങ്ങനെയല്ല വേണ്ടത്. क्योंकि जीभ 2 मिनट में नीचे करती है, लेकिन सारा दिन संभलना तो पेट को पड़ता है. അല്ലേ? നമ്മുടെ നാക്കിന്റെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ കണ്ടതെല്ലാം വാരി കഴിക്കും, പിന്നെ വയറിന് പണി കിട്ടും അല്ലേ? इसलिए आजकल हर इंसान जीभ के अधीन है. എല്ലാവരും ഇപ്പൊ നാക്കിന് അടിമയാണ്. इसीलिए जीभ को कंट्रोल करने के लिए भगवान ने 32 पैरे वाले रखे. दांत कितने? 32. അതുകൊണ്ട് നമ്മുടെ നാക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 32 കാവൽക്കാരെ കൂടെ നിർത്തിയിരിക്കുന്നത്. तो भी जीभ बाहर आकर के कुछ बोल करके अंदर फिर छिप जाती. അല്ലേ? എന്നിട്ട് പോലും എന്താണ്? എന്നിട്ട് പോലും ഈ നാക്ക് കൺട്രോൾ ആവുന്നില്ല. इसीलिए और दिमाग को हमेशा ठंडा रखना है. कुछ भी हो जाए, कुछ भी चला जाए, मन को शांत रखो, ज्यादा सोचो नहीं. എന്ത് സംഭവിച്ചാലും എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ മനസ്സിനെ എപ്പോഴും ശീതളമാക്കി വെക്കണം. അപ്പോൾ എന്താവും? നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശിരസ്സും ഒക്കെ എപ്പോഴും ശീതളമാകും. लेकिन आज हम ज्यादा सोचते, इसलिए नो क्वेश्चन, नो करेक्शन, नो कोटेशन, नो ऑपोजिशन, मन चुप. नो क्वेश्चन, അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനും വേണ്ട അല്ലേ? नो करेक्शन, ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ കറക്ഷൻ ഇല്ല, नो कोटेशन, नो ऑपोजिशन, പിന്നെ मन चुप. കൊട്ടേഷൻ ഇല്ല, ഓപ്പോസിഷൻ ഇല്ല. ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എതിർപ്പുകളില്ല. ये ऐसा होना चाहिए, इसने ऐसा करना है. अरे मतलब ഇങ്ങനെ कि नहीं हमारा. വേണമായിരുന്നു. इसलिए मूर्ति बनो. जो संगम में मूर्ति बनता है, चुप रहता है, सोचता नहीं, वो भविष्य में मूर्तियां बनकर के देवी देवता बनते हैं. അല്ലെ? ഈ സമയത്ത് നമ്മള് അല്ലെ സംഗമയത്തിലാണ് നമ്മളാകുന്ന മൂർത്തി തയ്യാറാകുന്നത്. അപ്പൊ നമുക്ക് ഈ അമിതമായ ചിന്തകളൊന്നും വേണ്ട അല്ലെ? നമ്മൾ ആ എല്ലാം പരിഹരിക്കുന്ന ചിന്തകൾ മതി. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശാന്തമാക്കി കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഭാവിയിൽ നമുക്ക് ആ ചൈതന്യ ദേവതാ മൂർത്തിയാകാൻ കഴിയും. आज बॉडी के 70% जो बीमारी होते हैं निगेटिव से. കൂടുതലും നമ്മുടെ അസുഖങ്ങളുടെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ നെഗറ്റീവ് ചിന്തകളാണ്. 70% बीमारी. 70%. आज किसी को पेट की बीमारी होती है, ईर्ष्या वाले विचार चलाए उसको पेट की बीमारी होती है. इसलिए कहते हैं ना, तो मेरे को देख करके तुम्हारे पेट में जलन होता है क्या? ईर्ष्या. ईर्ष्या ईर्ष्या वाले विचार चलाने वाले को पेट की बीमारी. അസൂയയും വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉദരരോഗിയായി മാറും. इसलिए कहते हैं ना, तो मेरे को देख करके तुम्हारे पेट में जलन होता है क्या? എന്നെ കാണുമ്പോ നിന്റെ വയറ്റിൽ എന്താ തീ കത്തുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നാ ചില നിനക്ക് പറയില്ലേ, അവരുടെ മനസ്സിൽ നിന്ന് കത്തുകയാണ് എന്നൊക്കെ പറയില്ല. आज किसी को बीपी हाई होता है, जो बीती हुई बातों को याद करता है उसका बीपी हाई हो जाता है, ब्लड प्रेशर बढ़ता है. ഹിന്ദിയിൽ നല്ല പ്രാസത്തിലാ പറയുന്നത് ഓരോന്ന്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആരാണ് കൂടുതൽ അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെയാണ് BP ഹൈ ആവുന്നത്. ബീത്തി ഹുയി ബാത്തോംകോ, കഴിഞ്ഞു പോയ കാര്യങ്ങള്. आज किसी को अस्थमा होता है, दमा, कोई भी बातों को पेट में दबा कर रखेंगे. क्या हुआ? कुछ नहीं हुआ. अरे बताओ नाराज नहीं, कुछ नहीं हुआ, बहुत कुछ है, लेकिन दबा कर रखेंगे, छिपा कर रखेंगे. भविष्य में उसको अस्थमा दमे का प्रॉब्लम. അതായത് ആരാണോ തന്റെ മനസ്സിലെ പ്രശ്നങ്ങൾ വരുമ്പോ, മാനസിക സമ്മർദ്ദങ്ങൾ വരുമ്പോ എല്ലാം സ്വന്തം മനസ്സിൽ തന്നെ ഒതുക്കി 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 സപ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കും. ആരോടും പറയില്ല, ഷെയർ ചെയ്യില്ല, ഉള്ളിൽ തന്നെ ഒതുക്കും. അവർക്കാണ് ഈ ആസ്മ വരുന്നതെന്ന് പറയാ. आज किसी को ज्वाइंट पेन होते, मसल दर्द होते, गुस्सा करने से, अभिमान में चलने से, अक्कड़ करके चलने से. इसलिए फ्लेक्सिबल होकर के चलो. അതുകൊണ്ട് നമുക്ക് ഈ ജോയിന്റ് പെയിനും ഒക്കെ വരുന്നുണ്ടല്ലോ, ഒരു ജോയിന്റിലെ പെയിനും ഒക്കെ വരുന്നതിന്റെ കാരണം എന്താണ്? ഫ്ലെക്സിബിലിറ്റി വേണം നമുക്ക് അല്ലെ? अक्कड़ करके चलना, अभिमान में चलना. ദുരഭിമാനത്തില് നടക്കുന്നത് കൊണ്ടാണ്. आज किसी को दूर का कम दिखता है, दूसरे की बुराई को आंखें फाड़ फाड़ कर देखता है, उसको भविष्य में कम दिखाई पड़ेगा, दूर का कम दिखाई पड़ेगा, क्योंकि आंखों की पुतली फैल जाती है. दूर का कम दिखाई पड़ता है. हाँ, जिन्होंने दूसरे के दोष देखता है, आंखें फाड़ फाड़ करके गुस्से से. മറ്റുള്ളവർ ചിലർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകള്
ദൂരക്കാഴ്ചയാണ് അല്ലെ? അപ്പൊ സത്യത്തില് फिर डॉक्टर के पास जाएंगे, कहेंगे डॉक्टर जी मुझे आजकल धुंधला दिखता है, तो डॉक्टर चेक करता कहता आपको नंबर लग गया, चश्मा लगाना पड़ेगा। അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാം? നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ദൂരക്കാഴ്ച റിയലി നമ്മുടെ കണ്ണുകളുടെ ദൂരക്കാഴ്ച കുറയാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ പിന്നെ കണ്ണട വെക്കേണ്ടി വരും. ഡോക്ടർ പറയും കണ്ണട വെച്ചോളാം. चश्मा तो लगाया फिर भी बुराई देखना नहीं छोड़ेंगे, नंबर बढ़ता ही जाएगा उसका। കണ്ണട വെച്ചിട്ട് എന്താ കാര്യം? പിന്നെയും നമ്മുടെ സ്വഭാവം എന്താണ്? എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കാണും. आज किसी को नजदीका नहीं दिखता, अपने दोस्त को कभी नहीं देखता, डोंट केयर कर करता है, उसको नजदीका दिखना बंद हो जाता है। ഹ്രസ്വദൃഷ്ടി ഒന്നും ഇല്ല, സ്വയം ഏറ്റവും അടുത്തുള്ളതൊന്നും കാണുന്നില്ല. അതായത് നമ്മുടെ അടുക്കൽ തന്നെയുള്ള നമ്മുടെ കുറവുകളും കയ്യിലിരിപ്പുകളും ഒന്നും കാണുന്നില്ല, എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളാണ് കാണുന്നത്. आज किसी को स्पॉन्डिलाइट होता है, सर्वाइरल, रास्ते में जा रहे सब्जी लाने के लिए, जा रहे मार्केट में, देखेंगे वो क्या करती है, वो क्या करता है, इधर उधर देखने वालों को स्पॉन्डिलाइट होता है। അല്ലെ? ഇപ്പൊ മാർക്കറ്റിൽ അവിടെ ഇവിടെയും പോവാം. അപ്പൊ നമ്മളെപ്പോഴും ഇവരെന്താ ചെയ്യുന്നത്, അവരെന്താ ചെയ്യുന്നത്, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് നടക്കുന്നവരില്ലേ, അവർക്കാണ് ഈ സ്പോണ്ടിലൈറ്റിസ് വരുന്നത്. फिर डॉक्टर के पास जाएंगे, कहेंगे डॉक्टर जी मेरे गले में आजकल अकड़न हो रहे हैं, तो डॉक्टर चेक करता है कहता आपको स्पॉन्डिलाइट हुआ है। അല്ലെ? ഡോക്ടറോട് പറയും എനിക്ക് എന്താന്നറിയില്ല, കഴുത്തൊക്കെ ഭയങ്കര സ്റ്റിഫ്, പുറകിലും ഒക്കെ എങ്ങനെ തോന്നുന്നതൊക്കെ പറയും. ശരിക്കും എന്താ സംഭവിക്കുന്നത്? ശരിക്കും ഇതാണ്, അതായത് ഈ ഇങ്ങനെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു നടക്കുക. फिर डॉक्टर क्या करता है, एक बड़ा सा पट्टा लगाता है, जब पट्टा लगेगा 6 महीना ना इधर देखेगा ना इधर देखेगा। അപ്പോ ഡോക്ടർ എന്ത് ചെയ്യും? കഴുത്തില് ആ ഒരു സാധനം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യിപ്പിക്കും. അത് ഫിറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല. तो बीमारियों का कारण है 3 प्रकार की बीमारी, मन की बीमारी, तन की बीमारी, समाज। जिसका मन बीमार उसका तन बीमार, उसकी सामाजिक भी बीमारी, आपसी संबंध में प्रॉब्लम सब ये होता है। इसलिए मन को ठीक करो, सब कुछ ठीक हो जाएगा। അപ്പൊ മനസ്സിന്റെ രോഗം, പിന്നെ ശരീരത്തിന്റെ രോഗം. തീസര ക്യാ ബോലാ അപ്പൊ? संबंध आपस में रिलेशन में प्रॉब्लम आता है। അതായത് മനസ്സിന്റെ രോഗം, ശരീരത്തിന്റെ രോഗം, പിന്നെ പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഉരസലുകളാണ്. അപ്പൊ അതൊരു തരം രോഗമാണ്. अब पति पत्नी का बनता नहीं, एक का मुंह इधर है, दूसरे का मुंह इधर है, एक ही घर में है, लेकिन बनता नहीं, बात भी नहीं करते। അല്ലെ? ഒരേ വീട്ടിലാണെങ്കിലും ഏറ്റവും സമീപത്ത് ഉള്ള സംബന്ധമുള്ളവര് പോലും പരസ്പരം മിണ്ടുന്നില്ല, നോക്കുന്നില്ല, അല്ലെ? പരസ്പരം അകൽച്ചയോടുകൂടി ജീവിക്കുന്നു. अब सब्जी चाहिए, पत्नी से बात नहीं कर, पति से बात नहीं करती पत्नी, तो व्हाट्सएप में चैटिंग करके भेजेगी, जी सब्जी नहीं है, जी सब्जी लेके आओ। അല്ലെ? പത്നി പതിയായിട്ട് മിണ്ടുന്നില്ല. ഇപ്പൊ പത്നി എന്താ ചെയ്യുന്നത്? വാട്സപ്പില് ഇന്ന പച്ചക്കറി വേണം എന്നൊക്കെ എഴുതി അയക്കുന്നത്, നേരെ മിണ്ടത്തില്ല. तो ये कारण क्या है? उसका मन बीमार है। എന്താ കാരണം? കാരണം മനസ്സിന് രോഗം ബാധിച്ചിരിക്കുകയാണ്. आज आपके शहर में बहुत सारे हॉस्पिटल बनाए होंगे, लेकिन मन को ठीक करने वाला कोई हॉस्पिटल है या? നിങ്ങളുടെ നാട്ടിൽ എന്തുമാത്രം ഹോസ്പിറ്റലാണ്, മനസ്സിനെ ശരിയാക്കുന്ന ഹോസ്പിറ്റൽ ഉണ്ടോ? इसीलिए ब्रह्मा कुमारी इसका केंद्र, भोलेनाथ, परमात्मा, शिव, वैद्यनाथ, उसने जगह जगह पर ये आत्माओं को ठीक करने का, मन को ठीक करने वाला हॉस्पिटल खोलते जा रहे हैं। അതുകൊണ്ട് നിഷ്കളങ്കതയുടെ നാഥനായ ഭഗവാൻ അല്ലെ ഈ സമയത്ത് നമ്മുടെ നാട്ടിലെ ഓരോ ഭാഗങ്ങളിലും എന്താണ് നമ്മുടെ മനസ്സിനെ നേരെയാക്കാനുള്ള ഹോസ്പിറ്റൽ നിർമ്മിച്ചിരിക്കുകയാണ്. अगर यहाँ सत्संग में बुलाओ, कहते भाई जी हमको टाइम ही नहीं है, भाई जी हमको दुकान खोलना पड़ता है, हमें ये करना पड़ता है, वो करना पड़ता है, बच्चे स्कूल में, अब टेंशन में आएंगे, बीमार पड़ेंगे, 1 महीना तो हॉस्पिटल में रहेंगे, हाँ टेंशन में आएंगे, गुस्सा करेंगे, कोई जेल की सजा होगी वहां जेल में रहेंगे, किसी का मर्डर करेंगे पुलिस स्टेशन जाएंगे, उसके लिए टाइम है। यहाँ आओ, कहीं जाने की जरूरत नहीं पड़ेगी। അല്ലെ? നമ്മൾ ഇവിടെ നിന്ന് വരാമോ, ഇവിടെ ഒന്ന് മെഡിറ്റേഷൻ പഠിക്കാം, ഇവിടേക്ക് വാ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറയും. ശരി, എന്തെങ്കിലും അസുഖം വന്നു, എന്തെങ്കിലും കാര്യമായി ഹോസ്പിറ്റലിൽ 1 മാസം കഴിയേണ്ടി വന്നു, അല്ലെ? ആഴ്ചകൾ കഴിയേണ്ടി വന്നു, അത് പറ്റും അല്ലെ? പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും, അല്ലെ? ഇങ്ങനെയൊക്കെ പോകേണ്ടി വന്നാൽ മനുഷ്യൻ അതിനൊക്കെ സമയമുണ്ട്. പക്ഷെ ഇവിടെ വിളിച്ച സമയമില്ല. निगेटिव वाला जेलों के चक्कर काटता है, पुलिस स्टेशन की चक्कर काटता है, हॉस्पिटल की चक्कर काटता है, कोर्ट कचहरी की चक्कर काटता है, और ये सारी जगह जेब काटने वाली जगह है। അല്ലെ? ഇന്ന് മനുഷ്യര് എന്താണ് ഹോസ്പിറ്റലിലേക്ക് പോവും, അപ്പോഴും പോക്കറ്റ് കാലിയാവും, അല്ലെ?
ആ അങ്ങനെ ഹോസ്പിറ്റലിൽ പോവും, പോലീസ് हॉस्पिटल സ്റ്റേഷനിൽ പോവും, ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ കോടതിയിൽ പോവും. ഇവിടെയൊക്കെ പോവാണെങ്കിലും നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന കാര്യമാണ്. इसीलिए यहाँ आओ, पॉजिटिव बनो, हेल्दी वेल्दी और हैप्पी बन जाएंगे. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ഈ ജ്ഞാനം കേൾക്കുമ്പോ ധ്യാനം ചെയ്യുമ്പോ നമുക്ക് ഹെൽത്തി വെൽത്തി ഹാപ്പിനെസ് അല്ലെ, നമുക്ക് സമ്പത്തും ആരോഗ്യവും സന്തോഷവും അല്ലെ, നിറയെ സന്തോഷം എല്ലാം ലഭിക്കും. गाड़ी के अंदर पेट्रोल डाल दो, वही पेट्रोल का पाइप ड्राइवर के मुंह में डालो तो क्या हो जाएगा? അല്ലെ, ഇപ്പൊ വണ്ടിയില് നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അത് ഡ്രൈവർക്ക് കുടിക്കാൻ കൊടുത്താലോ വണ്ടി ഓടുവോ? गाड़ी का भोजन है पेट्रोल डीजल, ड्राइवर का भोजन है सब्जी दाल रोटी. അതുകൊണ്ട് വണ്ടിയുടെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്രോളാണ് അല്ലെ. ഡ്രൈവറുടെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചപ്പാത്തി, പരിപ്പ് കറി, ചോറ് അല്ലെ, കറികള്. इसी तरह शरीर हमारी गाड़ी है, इसका भोजन हम 3 बार देते हैं, हम सब्जी दाल रोटी चावल, लेकिन इसको चलाने वाला ड्राइवर, इसका आत्मा, इसका भोजन क्या है? इसका भोजन है ये सत्संग की बातें, ईश्वरीय महावाक्य. इसलिए ब्रह्मा कुमारी इसका केंद्र एक बहुत बड़ा डाइनिंग हॉल है, यहाँ के आसपास लोगों को आत्मा का भोजन देने वाला. അതുകൊണ്ട് ശരിക്കും എന്താണ് അല്ലെ, ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ശരീരത്തിന് നമ്മൾ 3 നേരം 4 നേരം ആഹാരം കൊടുക്കുന്നു, പക്ഷെ ആത്മാവിന് വേണ്ടുന്ന ആഹാരമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അല്ലെ. ഈ ആഹാരം നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മൾ അത്രയും ആരോഗ്യപൂർണരായി മാറുന്നത്. ब्रह्मा कुमारी इसका केंद्र जन्म जन्मांतर की पतित आत्माओं को स्वच्छ करने वाला धोबी घाट है. അല്ലെ, അതായത് ബ്രഹ്മകുമാരീസിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും പതിതരായ ആത്മാക്കളെ ശുദ്ധമാക്കുന്ന അല്ലെ, കഴുകി വൃത്തിയാക്കുന്ന ഡോബിഗാർഡാണ്. ब्रह्मा कुमारी इसका केंद्र ये बहुत बड़ी यूनिवर्सिटी है, भविष्य में प्रिंस की तैयारी करने के लिए. അല്ലെ, ബ്രഹ്മകുമാരീസിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്, മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്ന യൂണിവേഴ്സിറ്റി. देख रहे हैं आज अयोध्या में राम का वो मूर्ति स्थापन की, अब सब चाहते राम राज्य आएगा भी. हाँ, इसलिए हमारे आदरणीय प्रधानमंत्री जी ने सभी को दीपक जलाने के लिए कहा. वो स्थूल भी दीपक भी भले जगाओ, लेकिन आत्मा का दीपक भी जगाओ. അല്ലെ, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രിജി അല്ലെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പണിത് അതിന്റെ പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പോൾ പറഞ്ഞു, ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിലും ദീപപ്രജ്വലനം ചെയ്ത് അല്ലെ ഒരു ദീപാവലി പോലെ അത് ആഘോഷിക്കണം. അപ്പൊ യഥാർത്ഥത്തില് അല്ലെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഭാഗ്യമായിട്ട് ആ ദീപം കൊടുത്തത് മാത്രമല്ല, നമ്മുടെ ആത്മാവിലെ ആത്മദീപം അല്ലെ ജ്വലിപ്പിക്കണം, ആത്മദീപം പ്രകാശിക്കണം. अपने जीवन का अंधकार खत्म करो, जो भी अंधकार है, क्योंकि जिस घर में दीपक नहीं है, कई दिनों से लाइट जलाई नहीं, वहां भूतों का व्यास होता है. एक भूत दूसरा भूत, पूरा बंगला भूत बंगला बन जाता है. അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വീടിനകത്ത് വെളിച്ചമേ ഇല്ല അല്ലെ, വിളക്കേ കത്തിക്കുന്നില്ല, കുറെ നാളുകളായിട്ട് വിളക്ക് കത്തിക്കാതിരുന്നാൽ, ദീപം ഇല്ലാതിരുന്നാൽ, വെളിച്ചമില്ലാതിരുന്നാൽ ആ വീടിനുള്ളില് ഭൂതങ്ങളായിരിക്കും വന്ന് താമസിക്കുക. പിന്നെ അവസാനം അത് എന്താ, ഭൂത ബംഗ്ലാവായിട്ട് മാറും. इसी तरह आज हमारे शरीर में भी आत्मा की लाइट बुझी हुई है, कम हो गई है, और उसके कारण काम का भूत, क्रोध का भूत, सारे भूत हमारे अंदर है. और इसलिए हर इंसान भूत बंगला बना हुआ है. उसके अंदर का कब का भूत कब को जागृत होगा कोई भरोसा नहीं है. അരക്കൽപ്പമായിട്ട് നമ്മുടെ ആത്മദീപങ്ങളൊന്നും ജ്വലിച്ചില്ല അല്ലെ, പ്രകാശിച്ചില്ല. അപ്പൊ എന്തായി? നമ്മുടെ ഉള്ളിലെ കാമം, ക്രോധം, ലോഭം, മോഹം, ഈ ഭൂതങ്ങള്, ഈ വികാരങ്ങളുടെ ഭൂതങ്ങൾ വന്നു അല്ലെ. അങ്ങനെ നമ്മുടെ ശരീരം തന്നെ ഇപ്പൊ എന്തായി തീർന്നിരിക്കുക? ആത്മാവ് തന്നെ ഭൂത ബംഗ്ലാവായിട്ട് മാറിയിരിക്കുകയാണ്. ज्यादा सोचने वाला, निगेटिव सोचने वाला आत्मा अनुभूति नहीं कर सकता, उसको शांति का सुख का अनुभव नहीं होगा. അതുകൊണ്ട് കൂടുതൽ ഓവറായിട്ട് ചിന്തിക്കുന്നവർ അല്ലെ, അമിതമായിട്ട് ചിന്തിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടായിരിക്കില്ല. एक शिष्य गुरु जी के पास जाता है, कहते गुरु जी मैं बहुत भक्ति करता हूँ, दान करता हूँ, पुण्य करता हूँ, सब कुछ करता हूँ, पठन पाठन सारा करता हूँ जब तब, लेकिन मुझे ना आत्मानुभव, ना परमात्मानुभव, ना सुखानुभव, ना शांति का अनुभव. क्या भगवान मेरे से रूठ गए? मेरी भक्ति नहीं पहुंच रहे?
तो गुरुजी हंसने लगे। അപ്പോ ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുക്കിലേക്ക് ചെന്നു. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ഭക്തി ചെയ്യുന്നുണ്ട്, ദാനപുണ്യാദികൾ ചെയ്യുന്നുണ്ട്, വേദശാസ്ത്രങ്ങളുടെ പഠനം ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു ഈശ്വരാനുഭൂതി ഇല്ല, അല്ലെ, ആത്മാനുഭൂതി അങ്ങനെയൊന്നും എനിക്ക് ലഭിക്കുന്നില്ല, അനുഭവങ്ങൾ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയാണ്. तो गुरुजी हंसने लगे। അപ്പൊ ഗുരുജി അങ്ങ് ചിരിക്കാൻ തുടങ്ങി. तो गुरुजी ने कहा बात तो सही है। एक दिन मैं बगीचे में बैठा था, वहां 5-6 युवा आए थे, उन युवाओं को प्यास लगी थी। तो गुरुजी ने कहा सामने कुआं है, वहां बाल्टी है बगीचे में, वहां जाकर के पी के चले जाना। അപ്പൊ ഒരു പൂന്തോട്ടത്തിൽ ഗുരുജി ഇരിക്കുകയായിരുന്നു. ഗുരുജി പറയാണ് ആ ശിഷ്യനോട്, ഞാൻ ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു, ആ സമയത്ത് 5 യുവാക്കൾ വന്നു. അപ്പൊ ആ പൂന്തോട്ടത്തില് ഒരു കിണറുണ്ടായിരുന്നു. അവിടെ കിണർ ഇങ്ങനെ വെള്ളം കോരാനുള്ള തൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് നിങ്ങളുടെ ദാഹം ശമിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. तो 5-6 युवा वो कुएं के पास गए, वहां बाल्टी थी, रस्सा था, कुएं में खूब पानी भी था। तो उन्होंने क्या किया, बाल्टी को रस्से से बांध करके कुएं में छोड़ा, पानी खींचा, पानी नहीं मिला, दोबारा बाल्टी डाली, फिर खींचा, नहीं मिला, फिर डाली, नहीं मिला, 10 बार बाल्टी डालते रहे, पानी नहीं मिला, छोड़ के चले गए, प्यासे गए। അപ്പൊ അവര് ഭയങ്കരമായിട്ട് വെള്ളം ദാഹിച്ചിട്ട് വന്നതാണ്. അപ്പോ അവര് ഗുരുജി പറഞ്ഞ പോലെ ആ കിണറിന്റെ അടുക്കിലേക്ക് ചെന്നു. കിണറ്റിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന കയറില് ഈ തൊട്ടി കെട്ടിയിട്ട് വെള്ളം കോരാൻ തുടങ്ങി. അപ്പൊ വെള്ളം ഇങ്ങനെ മുക്കിയിട്ട് എടുത്ത് ഇങ്ങോട്ട് വെള്ളയ്ക്ക് വരുമ്പോഴേക്കും വെള്ളമൊന്നും ഇല്ല. പിന്നെ ഒരു 10 പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്തു, എന്നിട്ടും വെള്ളം കിട്ടിയില്ല. അവസാനം അവര് നിരാശരായിട്ട് മടങ്ങിപ്പോവുകയാണ്. बाल्टी थी, कुआं था, पानी था, मेहनत भी करते थे, लेकिन प्यासे गए। क्यों? बाल्टी को छेद थे, वो छेद वाली बाल्टी थी। അല്ലെ, ഇപ്പൊ നോക്കാം, അവിടെ തൊട്ടി ഉണ്ടായിരുന്നു, ബക്കറ്റ് ഉണ്ടായിരുന്നു, കയറുണ്ടായിരുന്നു, അല്ലെ, വെള്ളം ഉണ്ടായിരുന്നു. അത് കോരി എടുക്കാനുള്ള ആരോഗ്യമുള്ള വ്യക്തികൾ പരിശ്രമിക്കുകയും ചെയ്തു. എന്നിട്ടും അവർക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? ആ തൊട്ടിയില് അല്ലെ ദ്വാരമുണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. इसी तरह वो तो कुएं के पास गए थे, हम तो सागर के पास है, परमात्मा शांति का सागर, सुख का सागर, आनंद का सागर। आज हम मेहनत भी कर रहे हैं, बाल्टी भी है, रस्सा भी है, उसको याद भी करते हैं, मेहनत। लेकिन अगर हमारे मन को छेद है, निगेटिव सोचने की आदत है, ज्यादा सोचने की आदत है, ना आत्मा अनुभव ना परमात्मा अनुभव होगा। इसलिए अपने छेद को बंद कर लो। അല്ലേ, അതൊരു കിണറാണ്, പക്ഷെ നമ്മുടെ ബാബ സാഗരമാണ്. അല്ലെ, നമ്മൾ സാഗരത്തിന്റെ അടുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. പറഞ്ഞ പോലെ തൊട്ടിയുണ്ട്, പിന്നെ കയറുണ്ട്, അല്ലെ, കിണറ്റിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്കെല്ലാം ഉണ്ട്, അല്ലെ. പക്ഷെ നമ്മൾ പരിശ്രമിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഈശ്വരാനുഭൂതി ലഭിക്കാത്തത്, ആത്മാനുഭൂതി ലഭിക്കാത്തത്? അപ്പൊ എവിടെയോ ഇതുപോലെ ലീക്കേജ് ഉണ്ട്, അല്ലെ, എവിടെയോ ദ്വാരമുണ്ട്. അതുകൊണ്ടാണ്. അതെന്താണ്? നമ്മൾ ഏതൊരു കാര്യത്തിനും അമിതമായി ചിന്തിക്കുന്ന നമ്മളുടെ സ്വഭാവം. ഈ അമിതമായ ചിന്തകൾ കാരണം എന്താണ്? നമുക്ക് ഈശ്വരാനുഭൂതിയിലേക്ക് പോകാൻ കഴിയുന്നില്ല, ആത്മാനുഭൂതിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. इसलिए वर्तमान समय पॉजिटिव बनना, हेल्थ को ठीक करने के लिए, संबंधों को ठीक करने के लिए, बीमारियों से बचने के लिए, सुख और शांति का अनुभव करने के लिए, आत्मचिंतन के लिए बहुत जरूरी। അതുകൊണ്ട് ഈ സമയത്ത് അല്ലെ നമ്മൾ വളരെ പോസിറ്റീവായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ സംബന്ധങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിന്റെ ശാന്തിയും സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടും, അല്ലെ, അതേപോലെ എന്താണ് ആത്മചിന്തകളിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. सारे धर्म शास्त्रों का, गीता का, सारे आध्यात्मिक शास्त्र का सार है पॉजिटिव बनो। अगर आप निगेटिव हैं, आप कोई धर्म के नहीं है। സർവ ആധ്യാത്മികമായ ധർമ്മശാസ്ത്രങ്ങളുടെയും എല്ലാം അടിസ്ഥാനം എല്ലാം നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ വളരെയധികം പോസിറ്റീവായിരിക്കണം, പോസിറ്റീവായി ചിന്തിക്കണം. आज किसी को शुगर होती है, शुगर कोई मीठा खाने से नहीं होती, निगेटिव से शुगर होती है। ഇന്ന് നമുക്ക് ഷുഗർ ഉള്ളത് എന്തുകൊണ്ടാണ്? മധുരം കഴിക്കുന്നത് കൊണ്ടൊന്നല്ല, നമ്മളുടെ നെഗറ്റീവായ ചിന്തകളിലൂടെയാണ്. मीठा खाने से शुगर 30%, या उसके मम्मी पापा भी अगर कोई शुगर पेशेंट है, वो भी उससे भी हो जाती है 30%। 70% शुगर होते निगेटिव से, व्यर्थों से।
അതായത് നമുക്ക് 30% ആണ് നമുക്ക് ഈ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നത് അല്ലേ? പൈതൃകമായിട്ട് മറ്റുള്ളവരിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ ജീനുകളിൽ നമുക്ക് ലഭിക്കുന്നത് ശരിക്കും 30% മാത്രമാണ്. പക്ഷേ 70% നമ്മുടെ വ്യർത്ഥമായ ചിന്തകളിൽ നിന്നും നെഗറ്റീവായ ചിന്തകളിൽ നിന്നുമാണ്. मैं इसकी सास हूँ, मैं इसका पति हूँ, मैं इस घर का मालिक हूँ, लेकिन आजकल कोई नहीं मानता। और जब नहीं मानता तो हमें क्या होता है, हमारे निगेटिव विचार चलता है और टेंशन आना शुरू हो जाता है। അപ്പോൾ ഞാൻ വീട്ടിലെ അച്ഛനാണ്, അല്ലെങ്കിൽ അമ്മായിയമ്മയാണ്, അല്ലെങ്കിൽ അച്ഛനാണ്, അങ്ങനെ ഞാൻ ഇവിടുത്തെ അധികാരിയാണ്, അപ്പോൾ എനിക്ക് വേണ്ട റെസ്പെക്റ്റ് കിട്ടുന്നില്ല, എന്നോട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല. അങ്ങനെ എന്താണ്, നമുക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകളും വ്യർത്ഥ ചിന്തകളും വരുന്നു. അത് തന്നെ നമ്മുടെ രോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. मैं इसकी माँ हूँ, इसको मैंने पढ़ाया लिखाया, छोटे से बड़ा किया। जब इसकी शादी हुई अपनी पत्नी का मानता है, मुझे पूछता ही नहीं। अभी मेरी हालत ऐसे तो बुढ़ापे में पता नहीं मेरे क्या होगा। ये सारा निगेटिव भविष्य का चिंतन करके, भविष्य के लिए चिंता करके आज ऐसे केमिकल होते हैं। शुगर हो गई, शुगर सारी बीमारी को लेके आती है। അല്ലേ? അതായത് ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ വിചാരിക്കും, എൻ്റെ മകനെ ഞാൻ എൻ്റെ കുഞ്ഞിലേ മുതൽ അവനെ എത്ര സ്നേഹത്തോടെ വളർത്തിയതാണ്, എങ്ങനെ പഠിപ്പിച്ചതാണ്, എങ്ങനെ വളർത്തി വലുതാക്കി ഇത്രയാക്കിയതാണ്. ഇപ്പൊ കണ്ടില്ലേ, അവന്റെ ഭാര്യയുടെ വാക്ക് മാത്രമേ കേൾക്കുള്ളൂ, എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇങ്ങനെയും പറഞ്ഞിട്ട് ഒരുപാട് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് ടെൻഷൻ ആവുകയാണ് അല്ലെ? നെഗറ്റീവ് തിങ്കിങ് ആണ്. അങ്ങനെയുള്ള ചിന്തകളും വ്യർത്ഥ ചിന്തകളും ഒക്കെ വരുമ്പോഴാണ് നമ്മളുടെ ഷുഗറൊക്കെ ഇങ്ങനെ വർദ്ധിക്കുന്നത്. ये ज्ञान केवल कोई एक धर्मों का नहीं है, कोई ऐसा नहीं कि हिंदू धर्म बढ़ा रहे। ये ज्ञान आज के हर इंसान को जरूरत है। हर इंसान को जीवन जीने की कला सिखाता है ये ज्ञान। അതുകൊണ്ട് ഈ ജ്ഞാനം ജാതി മതങ്ങൾക്കുപരിയാണ് അല്ലേ? ഇത് നമ്മൾ ഓരോ വ്യക്തികളും ഈ ജ്ഞാനം ആർജിക്കേണ്ടത് ആവശ്യമാണ്. इसीलिए वर्तमान समय आज किसी को ब्रेन हेमरेज होता है। ये ब्रेन हेमरेज क्या है? हमारे ब्रेन में बालों से भी महीन नसें होती हैं। वो क्या काम करते हैं? खून सप्लाई होता है। लेकिन जब व्यक्ति कारणे आकारणे ज्यादा सोचता है, उस नसों से तेजी से खून बहता है और नाजुक नसें फट जाते हैं और उसका कोई इलाज नहीं है। അല്ലേ? നമ്മുടെ ശിരസില് ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട്. നമ്മുടെ മുടി പോലെ വളരെ ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യാണ്, ഒത്തിരി നെഗറ്റീവ് തിങ്കിങ് ചെയ്യാണ്, ഒത്തിരി നമ്മളിങ്ങനെ ടെൻഷൻ ആകുകയാണ്, പിരിമുറുക്കങ്ങളിലാണ്. അങ്ങനെ നമ്മൾ അമിതമായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ചില സമയത്ത് നമ്മളുടെ ശിരസിൽ ഓവർഫ്ലോ ആയിട്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര ശക്തിയായിട്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് ചില സമയത്ത് ഈ ഞരമ്പുകൾ പൊട്ടി നമുക്ക് ബ്രെയിൻ ഹെമറേജ് ഒക്കെ ഉണ്ടാകുന്നത്. और आजकल तो डॉक्टर कोई ईमानदार ऐसे है ही नहीं है। ये कदा कोई हो सकता है, बाकी तो आजकल देखा ना, कोरोना काल में गए थे, किसी ने किडनी निकाल करके ले ली। इसीलिए डॉक्टर से बचे रहो और चीजों से बचे रहो, इसीलिए पॉजिटिव बनो। അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡോക്ടർമാരുടെ അടുത്ത് കിഡ്നി ഒക്കെ അടിച്ചോണ്ട് പോവല്ലേ ഈ ഡോക്ടേഴ്സ് അല്ലേ? എന്തൊക്കെയാണ് ഈ ഡോക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ ഡോക്ടേഴ്സിന്റെ അടുക്കിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ വിചാരങ്ങളെ, ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റുക. बच्चे ने ग्लास गिराया, ग्लास कांच का था, टूट गया, इतना गुस्सा करेंगे, तेरे को अक्ल नहीं, तुम कमा के लाओ तो पता चलेगा। ग्लास था 10 रुपए का, गुस्सा करेंगे, हार्ट में प्रॉब्लम आएगा, 10 लाख रुपए का ऑपरेशन करेंगे। അല്ലെ? ഒരു 10 രൂപയുള്ള ഒരു ചില്ല് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് കുട്ടി താഴിട്ട് പൊട്ടിച്ചെന്നിരിക്കട്ടെ അല്ലെ? ആരെങ്കിലും പൊട്ടിച്ചെന്നിരിക്കട്ടെ, നമ്മൾ എന്ത് പറയും? ഇത് ശ്രദ്ധിച്ചൂടെ, ഇതെന്താണ് ഇങ്ങനെ? ചിലപ്പോൾ നല്ല വഴക്ക് പറയും, ദേഷ്യപ്പെടും അല്ലേ? ഇത് പൊട്ടിച്ചെന്നും പറഞ്ഞിട്ട് നമ്മൾ അത്രയും ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഹാർട്ടിനായിരിക്കും പ്രോബ്ലം വരുന്നത്. പിന്നെ 10 രൂപയുടെ ഗ്ലാസ് പൊട്ടിയതിന് അല്ലെങ്കിൽ കപ്പ് പൊട്ടിയതിന് നമ്മൾ ഇത്രയും ബഹളം വെച്ച് ദേഷ്യപ്പെട്ടു, അവസാനം നമ്മുടെ ഹാർട്ടിന്റെ അസുഖം റെഡിയാക്കാൻ 10 ലക്ഷത്തോളം കൊടുക്കേണ്ടി വരും. इसलिए कुछ भी हो जाए निगेटिव नहीं, तो मैं खुद निगेटिव या पॉजिटिव कैसा पता चलेगा? എന്ത് സംഭവിച്ചാലും നമ്മൾ നെഗറ്റീവ് ആകരുത് അല്ലെ? നമ്മൾ നെഗറ്റീവ് ആണോ നമ്മൾ പോസിറ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? सामने से कोई व्यक्ति आ रहे हैं, उसको देखते आप रास्ता काट रहे हैं, उसका चेहरा देखना पसंद नहीं करें, आप निगेटिव है। അല്ലെ? ഇപ്പൊ നമ്മുടെ മുന്നില് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ മുന്നില് നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും വരികയാണ്, അവരെ കണ്ടത് നമ്മൾ എന്ത് ചെയ്യാണ്? അവർക്ക് മോഹം കൊടുക്കാതെ വേറെ വഴിക്ക് പോവുക, അവർക്ക് മോഹം കൊടുക്കാതെ. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? अगर आपके पति की कोई महिमा करता है, रे तुम्हारा पति तो बड़ा अच्छा है, हाँ,
तेरे को क्या पता, तुमने दूर से देखा है, हाँ कभी कभी देखा है, मैं तो पूरा जीवन में उसके साथ में रहती हूँ, वो क्या है मुझे पता है। अगर पति की महिमा नहीं सुन रहे, आप निगेटिव है। അതായത് ഇപ്പൊ ചിലര് എന്ത് പറയും, പതിയെ കുറ്റം പറയും അല്ലേ. അപ്പൊ മറ്റുള്ളവര് ആരെങ്കിലും നമ്മുടെ അടുത്ത് നമ്മുടെ പതിയെ കുറിച്ച് ഭയങ്കര മഹിമ പാടുകയാണ്. അപ്പോൾ നമ്മൾ പറയണം, നിങ്ങൾക്കിപ്പോ അവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, ആളെങ്ങനെയാണെന്നറിയാമോ, ഞാനല്ലേ ജീവിതകാലം മുഴുവൻ ആളെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആളിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറ്റം പറയുകയാണ് അല്ലേ. അപ്പൊ അത് നെഗറ്റീവ് അല്ലേ. अगर कोई सास की महिमा करता है, नहीं तुम्हारे साथ तो बहुत अच्छे है, अरे वो क्या है बुढ़िया मैं जानती हूँ, हाँ मैं अगर किसी की महिमा नहीं सुन रही, किसी को मदद नहीं कर रहे, कहते इसको मदद मैं कभी नहीं कर सकता हूँ, इसने मेरे साथ क्या क्या किया, निगेटिव। അല്ലെ. ആരെങ്കിലും മഹിമ പാടുന്നത് കേട്ടാൽ, ആരുടെങ്കിലും മഹിമ പാടുന്നത് കേട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ഉടനെ അവരുടെ കുറെ കുറ്റങ്ങളും കുറവുകളും പറയും അല്ലെ. അപ്പോ അത് ആ ഒരു സ്വഭാവം നമ്മളുടെ എന്താണ്. नेक्स्ट महिमा सुनना पसंद नहीं है, नेक्स्ट क्या बोले. अगर महिमा नहीं सुन सकते, निगेटिव है, तो आपके दिल में परमात्मा नहीं बैठ सकता। അത് മറ്റുള്ളവരുടെ മഹിമ കേൾക്കാനേ നമുക്ക് സാധിക്കുന്നില്ല, അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തില് പരമാത്മാവ് എങ്ങനെ ഇരിക്കുക. इसलिए अपने दिल को स्वच्छ रखो। गीता का ज्ञान अर्जुन को सुनाया था किसी लिए, स्वच्छ करने के लिए। जब अर्जुन स्वच्छ बना, सारे जो भी रिश्तेदारी संबंधी सबसे बुद्धि हटाई, तब जाकर के कृष्ण उसका सारथी बना, वो विजयी बनाई അല്ലെ. എങ്ങനെ അർജുനന്റെ ഹൃദയത്തിൽ ഭഗവാനെ വെച്ചു, മറ്റെല്ലാ ബന്ധങ്ങളും മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് അല്ലെ ഭഗവാനെ തന്റെ മനസ്സിൽ വെച്ചപ്പോഴാണ് അർജുനന് വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. इसलिए पॉजिटिव बनना। जैसे कुकर को गैस के ऊपर रखते तो गर्म होता है, गर्म होते होते सीटी मारना शुरू करता है। കുക്കർ അടുപ്പത്ത് വെച്ചാൽ എന്താവും, കുക്കർ ചൂടാവും, പിന്നെ അതിൽ വിസിൽ വന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ സ്ഥിതി. कुकर सीटी मारेगा तो सब्जी पकाएगा, लेकिन कोई मनुष्य सीटी मारेगा तो അതെ. അപ്പൊ കുക്കർ വിസിൽ വിളിക്കുകയാണെങ്കിലേ അവിടെ പച്ചക്കറി വെന്ത് കിട്ടും. പക്ഷെ മനുഷ്യൻ ദേഷ്യം വന്നിട്ട് നിലവിളിക്കുകയാണെങ്കിലേ എന്താ സംഭവിക്കുക. ये क्यों हुआ, ये मेरे साथ क्यों हुआ, इसने ऐसा क्यों हुआ, ये क्यों क्यों करते करते गर्म होंगे, फिर कहेंगे तुम्हारा 3 साल से देख रहे हो, आज मुझे सही नहीं हुआ, सीटी मार दी, गुस्सा है सीटी। എന്നോട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെ നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, 3 വർഷമായിട്ട് ഞാൻ നിങ്ങളെ സഹിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ദേഷ്യപ്പെടുകയാണ് അല്ലെ. അപ്പം നമ്മളിവിടെ കിടന്ന് ഇങ്ങനെ ദേഷ്യം വന്ന് അല്ലെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി വിളിക്കുമ്പോ, മറ്റത് ആ കുക്കർ അവിടെ കിടന്ന് വിസില് വിളിച്ചാൽ നമുക്ക് കഴിക്കാൻ പച്ചക്കറിയെങ്കിലും വെന്ത് കിട്ടും അല്ലെ, അരിയെങ്കിലും വെന്ത് കിട്ടും. ഇത് വല്ല പ്രയോജനമുണ്ടോ. सीटी मारने वाले लोग कहाँ जाते हैं, जेल में जाते हैं, हॉस्पिटल में जाते हैं, कोर्ट कचहरी में जाते हैं। इसीलिए सीटी नहीं मारो। അതുകൊണ്ട് ഇങ്ങനെ വഴക്കും ബഹളവും അല്ലെ ഒക്കെ ചെയ്യുന്നവര് ഹോസ്പിറ്റലിൽ പോകുന്നു, അല്ലെങ്കിൽ ജയിലിൽ പോകുന്നു, അല്ലെങ്കിൽ അവര് പോലീസ് സ്റ്റേഷനിൽ പോകുന്നവരെ വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കി. मैं तो करीबन 12,000 कॉलेज में स्कूल में गया हूँ। ഞാൻ 12,000 സ്കൂളുകളിൽ പോയി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. जब बच्चे सामने बैठते हैं, बच्चों को प्रश्न पूछता, बच्चे ये बताओ इसमें से गुस्सा किसको किसको आता है, झूठ बोले कौवा काटे, तो 95% बच्चे हाथ खड़ा करते हैं, सर हमको गुस्सा आता है। അപ്പോ ഭായി ചോദിക്കും കുട്ടികളോട്, ഇതിൽ ദേഷ്യം വരുന്നവരാരൊക്കെയുണ്ട്, ആരും നുണ പറയരുത്, ദേഷ്യം വരുന്നവരാരുണ്ട്. അപ്പൊ ഭൂരിഭാഗം കുട്ടികളും കൈ ഉയർത്തും. तो सामने टीचर बैठे रहते, मैं टीचर को पूछता, सर आप लोगों ने कोई गुस्से पर कंट्रोल करने का लेसन नहीं सिखाया, सर कहते हमको भी गुस्सा आता है। അപ്പൊ ടീച്ചർ അവിടെ ഇരിപ്പുണ്ടേ, അപ്പൊ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ ഈ കുട്ടികൾക്ക് ദേഷ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ. അപ്പൊ ടീച്ചർ പറയണേ എനിക്ക് ദേഷ്യം വരാറുണ്ട്. इसलिए और मैं जब जेल में जाता हूँ, जेल के बाहर एक बोर्ड लगा रहता है, इस जेल में जो कैदी बंदा है, काम विकार वाले कितने बंदा है, क्रोध वाले कितने हैं, लोभ लालच वाले कितने हैं, नशे वाले कितने हैं, चोरी 70% कैदी होते क्रोध वाले सिर्फ। അതായത് ഈ എല്ലാം ഒരുപാട് ജയിലിൽ പോയി സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കുറ്റവാളികളിൽ നോക്കും, ഈ കുറ്റവാളികൾ ഉണ്ടായത് കാമവികാരം കൊണ്ടാണോ, ക്രോധം വന്നിട്ടാണോ, അത്യാഗ്രഹം കൊണ്ടാണോ, അഹങ്കാരം കൊണ്ട്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രോധം കാരനാണ് അവിടെ ജയിലിനകത്ത് കിടക്കുന്നത്. इसलिए वर्तमान समय
हमें क्रोध से मुक्त बनने की जरूरत है और उसके लिए पॉजिटिव बनो, सकारात्मक बनो। അതുകൊണ്ട് വർത്തമാന സമയത്ത് നമുക്ക് ക്രോധത്തിൽ നിന്ന് മുക്തമാകണം. അതിനാൽ നമ്മൾ വളരെ പോസിറ്റീവായി ശുഭമായിട്ട് ചിന്തിക്കുന്നവരാണ്. इसलिए डॉक्टर के पास जब भी कोई जाता है कहते हैं ज्यादा टेंशन नहीं करना, ज्यादा टेंशन, अब तनाव में नहीं आना, अब टेंशन नहीं करना, उसके लिए कोई टैबलेट देता है क्या? ये टैबलेट का ഡോക്ടർ तुम्हारा പറയും टेंशन നിങ്ങൾ അധികം ടെൻഷനൊന്നും ആവരുത്, എപ്പോഴും ടെൻഷൻ ആവുന്നുണ്ടോ, അങ്ങനെയൊന്നും ടെൻഷൻ ആവാൻ പാടില്ല. ഇനി ടെൻഷൻ ആവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അല്ലെ, മരുന്ന് തരുന്നുണ്ടോ, ടാബ്ലറ്റ് തരും. या ब्रह्मा कुमारी में वो टैबलेट मिलते हैं, आप आओ, हाँ, तनाव क्यों आते हैं, ज्ञान की मुरली सुनो, अपने आप आपका टेंशन दूर हो जाएगा. ഈ ഗുളികയൊന്നും കഴിക്കേണ്ട കാര്യമില്ല. എന്താണ്, ബ്രഹ്മകുമാരിസിൽ വന്നിട്ട് ഈ ജ്ഞാനം കേട്ടാൽ തന്നെ നമ്മുടെ ഈ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും മുക്തമാകാൻ സാധിക്കും. और इस टैबलेट का कोई साइड इफेक्ट भी नहीं है. ഈ നമ്മളിവിടെ ജ്ഞാനം, മെഡിറ്റേഷൻ ഇതിന്റെയൊക്കെ ടാബ്ലറ്റ് ആണ് കഴിക്കുന്നത്. ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല, പേടിക്കാൻ. इसलिए रोज हमें आकर के क्या करना है, ये बातें आजकल डॉक्टर ये भी कहते हैं अगर हेल्थ अच्छी रखनी है कड़वी चीजें खाना पसंद करो, करेले खाओ, कड़ूनी के पत्ते खाओ, मेथी के लड्डू खाओ, हेल्थ अच्छी बन जाएगी. मेथी का लड्डू, फिर करेला, कड़ू नीम के पत्ते, एक नीम होता है ना कड़वा. समझ. അപ്പൊ ഇപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ കയ്പുള്ള സാധനങ്ങൾ കഴിക്കുക, അതാണ് ഹെൽത്തിന് നല്ലത്, ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ പറയുന്നത് ഉലുവ കൊണ്ട് ലഡു ഉണ്ടാക്കി കഴിക്കും, ഉലുവ ശർക്കരയൊക്കെ ഇട്ട് ലഡു ഉണ്ടാക്കി കഴിക്കും, ലേഹ്യമൊക്കെ ഉണ്ടാക്കില്ലേ, അതുണ്ടാക്കി കഴിക്കും. പിന്നെ മറ്റേ ആര്യവേപ്പിന്റെ ഇല കഴിക്കും. പിന്നെ എന്താണ്, പാവയ്ക്ക കഴിക്കും. करेले मतलब सब्जी की करेले की बात नहीं, जीवन में आने वाली कड़वी बातों को डाइजेस्ट करो, ये है करेले. അത് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, ഇപ്പൊ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കയ്പ് നിറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. लेकिन आज के इंसान को जीवन की कड़वी बातें, किसने अपमान किया डाइजेस्ट नहीं होता, किसने निंदा की डाइजेस्ट नहीं होती, और इसलिए नेगेटिव. इसलिए ये है समझदारी. അതുകൊണ്ട് അല്ലെ, ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെങ്കിലും നമ്മൾ അപമാനിച്ചു, അല്ലെ, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായി, കയ്പ് നിറഞ്ഞ ജീവിതത്തിലെ സാഹചര്യങ്ങളുണ്ട്. അതിനെ നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതിനെ അംഗീകരിക്കാനും അത് സ്വീകരിക്കാനും നമുക്ക് കഴിയണം. आजकल कई बार डॉक्टर ये भी कहते हैं, टेंशन से मुक्त बनने के लिए क्या करो, खुश रहो. लेकिन लोग खुश होने के लिए क्या करते हैं, लाफिंग क्लब में जाते हैं, हाथ ऊपर करेंगे, सवेरे जोर जोर से हाँ 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 करेंगे, घर में आते ही पत्नी का मुंह देखते ही चेहरा डाउन हो गया. അല്ലേ, ഇന്നാണെങ്കിലേ സന്തോഷമായിട്ടിരിക്കണം, അല്ലെ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, നല്ല ആരോഗ്യം നല്ലതാവുള്ളൂ എന്ന് പറയും. അപ്പൊ എന്താ ചെയ്യണമെന്നറിയോ, ലാഫിംഗ് ക്ലബിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് ചുമ്മാ എന്നങ്ങനെ ചിരിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചിരിക്കും. പക്ഷെ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ദേഷ്യം, വഴക്ക്, അല്ലെ, അപ്പോഴേക്കും ഓരോരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദേഷ്യപ്പെടും. इसलिए हम, मेरे मन में कोई भी विपरीत परिस्थिति में मन में विचार ना चले, उसके लिए करे क्या. ये तो मैंने आपको क्या क्या नेगेटिव से होता है उतना ही वर्णन किया. लेकिन नेगेटिव जब सामने आएगी बातें, उसके कैसे बचे, उसके लिए कोई सब 4-5 बातें हैं. लेकिन 1-2 बातें तो कम से कम आपको सुना लेता हूँ. അപ്പോ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, അല്ലെ. അപ്പൊ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു 4-5 കാര്യങ്ങൾ ബൈ പറയാണ്. सबसे पहली बात है, निगेटिव से बचना है, उसके लिए कर्म गति के गहराई को समझो. जो कर्म गति की गहराई को समझता है उसको कभी भी कोई भी विपरीत परिस्थिति में विचार नहीं चलेंगे. അപ്പൊ നെഗറ്റീവ് പരിതസ്ഥിതികളുടെ മേലെ വിജയം നേടാനായിട്ട് ഒന്ന്, നമ്മൾ കർമ്മത്തിന്റെ ഗഹനഗതിയെ കുറിച്ച് ചിന്തിക്കുക, അല്ലെ. നമ്മുടെ കർമ്മങ്ങളുടെ ഗഹനഗതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതിനെ ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കില്ല. और आगे चल करके निगेटिविटी बहुत आने वाली है. इसलिए पहले से सावधान. अगर हेल्थ को अच्छे रखने है, सुखी रखना है, क्राइम से मुक्त बनना है, कर्म गति को समझ करके चलो. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകും തോറും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങളുടെ ഗഹനഗതി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ കഴിയണം. क्योंकि ये अंतिम जन्म है हर मानव का, इसके बाद कोई जन्म नहीं लेने, वापिस जाना है. युग बदल रहा है,
इसलिए हमने जो 63 जन्मों से जो गलतियां की, जो भूलें की, सब हमें चुक्त करने के लिए आएंगी। लेकिन हमें क्या करना है, कर्म गति समझ करके डिस्टर्ब नहीं होना है, अभी तनाव टेंशन में नहीं आना है। കലിയുഗ അതിന്റെ അന്ത്യത്തിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാം നമ്മളുടെ അന്തിമ ജന്മത്തിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആ അന്തിമ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് കർമ്മത്തിന്റെ ഗഹനഗതിയെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ കർമ്മ കണക്കുകളെല്ലാം തീർക്കണം. അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് അതെല്ലാം തീർക്കുവാനായിട്ട് കഴിയണം. इसलिए कर्मों से शरीर बनता है, कर्मों से संबंधी मिलते हैं, सब कुछ कर्मों से होता है। അതുകൊണ്ട് അല്ലെ, കർമ്മത്തിലൂടെയാണ് നമുക്ക് സംബന്ധങ്ങൾ ലഭിക്കുന്നത്. കർമ്മസിക്കാം कर्म से शरीर बनता है, कर्म से संबंधी मिलते हैं, इस कर्मों से सब कुछ होता है। നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെടുന്നത്, നമ്മുടെ ശരീരം എന്ന് പറയുന്നതും നമ്മുടെ കർമ്മത്തിനനുസൃതമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സംബന്ധങ്ങളും എല്ലാം അല്ലെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളോ ഇതെല്ലാം നമ്മുടെ കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ മുന്നിൽ വരുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്നത്. कभी कभी तो हम वंडर खाते कहते मैं इसके रास्ते में कभी गया नहीं, मैंने इसका बुरा कुछ किया नहीं, फिर भी ये मेरे साथ ऐसा क्यों करता है, ये मेरे साथ इसने क्यों किया। टाली कभी एक हाथ से नहीं बचती, टाली के लिए 2 हाथ चाहिए। അല്ലെ, നമ്മൾ വിചാരിക്കും ഇവരെന്നാലും എന്നോട് ഇങ്ങനെ പെരുമാറി, ഇവരെന്നോട് ഇങ്ങനെ കാണിച്ചു, ഇവരെന്നോട് എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അവര് എന്നോട് വളരെ, എനിക്ക് എത്രയും ദുഃഖം നൽകി അല്ലെങ്കിൽ എത്രയും അപമാനം നൽകി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരിക്കലും അവര് മാത്രമല്ല, അവര് നമ്മളോട് എന്തെങ്കിലും കാണിച്ചു അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൈ കൊണ്ട് കൈയടിക്കില്ല അല്ലെ. അവിടെ എന്തോ ഒരു കർമ്മത്തിന്റെ കണക്കുകൾ അവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. एक संसार की बहुत बड़ी सीक्रेट बात आपको सुनाता हूँ। आपके घर के जितने भी फैमिली मेंबर हैं, चाहे पति है, चाहे बच्चे हैं, चाहे रिश्तेदारी है, चाहे पड़ोसनी है, कोई आपको देने के लिए, कोई आपसे लेने के लिए। ഇപ്പൊ നമ്മുടെ ചുറ്റും നമ്മുടെ അയൽക്കാരുണ്ട്, നമ്മുടെ ബന്ധങ്ങളുണ്ട് അല്ലെ. അങ്ങനെ നമ്മുടെ ചുറ്റും നമ്മുടെ സംബന്ധ സമ്പർക്കത്തിലൊക്കെ വരുന്ന ആളുകളുണ്ട് അല്ലെ. നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തിബന്ധങ്ങളുണ്ട്. പക്ഷെ അവര് ചിലര് നമ്മളിൽ നിന്ന് നേടുവാൻ വരുന്നവരാണ്, ചിലര് നമുക്ക് നൽകുവാൻ വരുന്നവരാണ്. लेना देना पूरा हो गया, हमारी जुदाई हो जाती है। അല്ലെ, കൊടുക്കലും വാങ്ങലൊക്കെ തീർന്നു കഴിഞ്ഞാലേ പിന്നെ അതോടുകൂടി നമ്മുടെ ആ കണക്ക് അവിടെ തീരാറുണ്ട്. समझो कोई बहू है, सास उसको तंग करे, परेशान करे, बहू को तनाव टेंशन आ रहे हैं। कई बार ऐसी बहू क्या करते, सुसाइड भी कर लेते हैं। लेकिन आत्मा तो कभी सुसाइड होती नहीं। अगले जन्म में जितना भी उसने ये किया, अगले जन्म में फिर चुक्त करना पड़ेगा ब्याज के सहित। इसीलिए सुसाइड करने से खत्म नहीं होगा, जो हमने गलत कर्म किया उसको सहन करना पड़ेगा, चुक्त करना पड़ेगा। അല്ലെ, ചിലപ്പോ അമ്മായിമ്മയും മരുമോളും ഇരിക്കും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും കാണിച്ച് കാണിച്ച് ചിലപ്പോൾ മരുമോൾക്ക് സഹിക്കാൻ മേലാണ്ട് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട് അല്ലെ. പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നതൊന്നും ഒരു പരിഹാരമല്ല അല്ലെ. നമ്മളുടെ ചില കണക്കുകളാണ് അങ്ങനെ വരുന്നത് അല്ലെ. അപ്പൊ ആ കണക്കുകൾ തീർക്കുകയാണ് വേണ്ടത്. आज जो सास और बहू का पिछला जन्म दिखाई जाए तो आज जो बहू है पिछले जन्म में उसकी सास थी, और जो अभी जो सास है उस समय बहू थी, उसने इसको तंग किया था, इसलिए अपना हिसाब सब तो हो रहा है। इसलिए कहते हैं ना, सास भी कभी बहू थी। അതായത് ഈ മരുമകള് കഴിഞ്ഞ ജന്മത്തിലെ അമ്മായിയമ്മയും അമ്മായിയമ്മ മരുമകളായിരിക്കും. ആ കണക്ക് ഇവിടെ അടുത്ത ജന്മത്തില് ഇങ്ങനെ തീർക്കുകയാണ്. इसलिए आज इस कर्म गति के बारे में हमें नहीं है नॉलेज, और इसीलिए आज कभी हम वंडर खाते हैं, मेरे साथ ऐसा करता है, इसने मेरे साथ ऐसा किया। इसीलिए लोगों से नहीं डरो, भगवान से कभी ना डरो। अगर डरना है तो अपने गलत कर्मों से जरूर डरो। അതുകൊണ്ട് അല്ലെ, നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ തന്നെയാണ് അല്ലെ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും. അതുകൊണ്ട് നമ്മൾ രോഗിയും ഭയപ്പെടേണ്ട, ഭഗവാനും ഭയപ്പെടേണ്ട, നമ്മൾ നമ്മുടെ കർമ്മത്തെ ഭയപ്പെടണം. जैसे कि दुनिया कर्म क्षेत्र है, जो बोओगे वही काटना पड़ता है। അതുകൊണ്ട് ഇത് കർമ്മക്ഷേത്രമാണ്. നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് തിക്ത ഫലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. वर्तमान के मेरे प्रॉब्लम मेरे ही पिछले जन्म के कर्मों का परिणाम है। इसलिए किसी को दोष दे करके, भगवान को दोष दे करके ये टाइम वेस्ट है। इसलिए कर्म गति को समझना। വർത്തമാന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങള് നമ്മുടെ പൂർവ്വ ജന്മങ്ങളിലെ കർമ്മഫലങ്ങളാണ്.
എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, നമ്മുടെ ആ കർമ്മ കണക്കുകളെ ഭഗവാനെ ഓർമ്മിച്ച് നമുക്ക് തീർക്കാൻ കഴിയണം. कोई हाथ से मर्डर करता है किसी का, अगले जन्म में उसको हाथ नहीं होता। समझो कोई गालियां देता है किसी को, अगले जन्म में गूंगा बन जाता है। आंखों से बुरे नजरों से देखा अंधा बन जाता है। इसलिए भजन है ना, किसके झोले में कांटे हैं तो किसके झोले में फूल। कोई कारण होकर बांटने वाला एक है, कोई लूला बना लंगड़ा बना, क्यों? कर्म। അല്ലെ, ഇപ്പൊ കഴിഞ്ഞ ജന്മത്തില് ഒരാളെ കൊന്നു കാണും അല്ലെ, അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഈ കൈ കൊണ്ടാണോ ഒരാളെ വെട്ടിയത് കുത്തിയത്, അടുത്ത ജന്മം കൈ ഇല്ലാണ്ട് ജനിക്കും. അടുത്ത ജന്മം കൈ കൊടുക്കില്ലേ ഭഗവാൻ അല്ലെ. ഈ ജന്മത്തില് തന്റെ നാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള ഇത് ചെയ്യുമ്പോൾ അടുത്ത ജന്മത്തില് നാക്ക് ഇത് ഊമയായിട്ട് ജനിക്കുകയാണ് അല്ലെ. അതേപോലെ ഈ ജന്മത്തില് മോശമായി ദൃഷ്ടി വെച്ച് പുലർത്തുകയാണെങ്കിൽ അടുത്ത ജന്മത്തില് കണ്ണില്ലാതെ ജനിക്കുകയാണ്. ഇതെല്ലാം ഈ കണ്ണില്ലാതെ അല്ലെങ്കിൽ കൈയില്ലാതെ ഇങ്ങനെ ഒക്കെ ഒരു ജന്മങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒക്കെ പിന്നിൽ എന്താണ്? कर्मത്തിന്റെ ഗഹനഗതിയാണ് അടങ്ങിയിരിക്കുന്നത്. और आप लोग तो बड़े भाग्यशाली हैं, आपको कैसे कर्म करना है मुरलियों के माध्यम से, मुरली का एक एक सेंटेंस उस प्रमाण चलने वाला का कर्म कभी पाप कर्म नहीं बनता। और जो मन मत प्रमाण चलता है, परमत प्रमाण चलता है, लोग लाजोश होकर के चलता है, उसके पाप कर्म बन जाते हैं, फिर जीवन दुखी बन जाता है। നമ്മളെല്ലാം എത്ര ഭാഗ്യശാലികളാണ് അല്ലെ. ബാബ നമുക്ക് മുരളി കേൾപ്പിച്ചു തരുമ്പോൾ അല്ലെ കർമ്മത്തിന്റെ ഗഹനഗതിയെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലെ. അപ്പൊ ബാബ നമ്മളെ ദിവസവും ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാനുള്ള പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ബാബ പറയുന്ന വഴിയിലൂടെ നടന്നാൽ അല്ലെ, ബാബ പറയുന്ന ശ്രീമത്തിലൂടെ നമ്മൾ കുട്ടികൾ നടക്കുകയാണെങ്കിൽ അല്ലെ, നമുക്ക് അത്രയും നമ്മുടെ ശ്രേഷ്ഠമായ ഭാവി, വർത്തമാന സമയത്തും ഭാവിയും നമ്മുടെ ശ്രേഷ്ഠമാകും. അതേസമയം നമ്മൾ നമ്മുടെ തന്നിഷ്ടപ്രകാരം നടക്കുകയാണ്, മറ്റുള്ളവരുടെ പഴയ സംസ്കാരങ്ങൾ മറ്റുള്ളവർ പറയുന്ന പോലെ നമ്മൾ നടക്കുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾ പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. एक बहुत सुंदर घटना मैं आप लोगों को सुनाने जा रहा हूँ, बड़े ध्यान से सुनना। कितना बजे तक बैठने वाले आप लोग? എത്ര മണി വരെയാ എടുക്കേണ്ടതെന്ന് ചോദിക്കുക. 8:30 तक। अभी क्या हुआ? अभी 8:45 7:45 अच्छा हाँ, तो 8:30 तक ठीक है, 7:45 ठीक है। तो बता, एक स्टोरी, एक बहुत सुंदर घटना सुना रहा हूं। अगर ये घटना को आप स्पष्ट समझेंगे तो आपके जीवन में कोई प्रॉब्लम क्यों आते है उसका कारण आपको पता चलेगा। ഞാൻ വളരെ സുന്ദരമായ ഒരു സംഭവം നിങ്ങളെ കേൾപ്പിക്കാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. और ध्यान से सुनेंगे, मैं लास्ट में प्रश्न पूछूंगा आप लोगों को। ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഞാൻ ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയേണ്ടി വരും. एक आगरा में एक पति पत्नी रहते थे, बहुत गरीब थे, झोपड़पट्टी में रहते थे। അല്ലെ, ആഗ്രയിൽ ഒരു പതിയും പത്നി ഉണ്ടായിരുന്നു, വളരെ ദരിദ്രരായിരുന്നു, അവരൊരു കുടിലാണ് ജീവിച്ചിരുന്നത്. तो उनके पास एक मेहमान आया, वैसा वो मेहमान दिल्ली में आया था, लेकिन दिल्ली में दुकानों के स्ट्राइक था, सारी दुकान बंद थे। वो व्यापारी था, लेकिन उसको लगता है सारा दिन बैठे बैठे क्या करूं, चलो मैं आगरा घूम के आता हूँ, इसलिए आगरा चला गया। അപ്പോ അവിടെ ആഗ്രയിൽ ഒരു വ്യാപാരി വന്നു. അപ്പൊ അന്നത്തെ ദിവസം എല്ലാ കടകളും അടച്ചു കിടക്കായിരുന്നു. അപ്പൊ കടകളൊന്നുമില്ല. അപ്പൊ ആള് വിചാരിച്ചു, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ, എന്നാൽ ശരി ഞാൻ ഒന്ന് ആഗ്ര എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാന്ന് വിചാരിക്കും. उसने सारा दिन आगरा तो देखा, लेकिन रात को उसको सोने का प्रॉब्लम हो गया। जिस होटल में जाता था, जहां भी जाता था, सब कहते हुए हमारे पहले ही बुकिंग है। अब उसको लगता रात को कहाँ सो जाऊं, बैग में करोड़ रुपए पड़े थे, कहीं इसको बस स्टैंड पर सो जाओ चोरी हो जाएगी, स्टेशन पर सो जाओ। तो अचानक उसको याद है, मेरे गरीब पति पत्नी रहते हैं, भले झोपड़ी में रहते, अपने को रात काटने, चला गया रिक्शा करके। അല്ലെ, അപ്പൊ ആ വ്യക്തി രാവിലെ മുതൽ വൈകിട്ട് വരെ ആഗ്രയിൽ മുഴുവൻ ചുറ്റിക്കറങ്ങിയെങ്കിലും രാത്രി കിടന്നുറങ്ങാൻ ഒരു സ്ഥലം വേണ്ടേ. അപ്പൊ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും ഒക്കെ പോയി നോക്കിയപ്പോ അവിടെ എല്ലാം ബുക്കിംഗ് ആയിരുന്നു. അവിടെ ഒന്നും ആൾക്ക് താമസിക്കാൻ സ്ഥലം കിട്ടിയില്ല. അപ്പൊ ഇനി എവിടെ താമസിക്കും? ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും. ആളാണെങ്കിൽ ഭയങ്കര കോടീശ്വരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോ ആൾക്ക് താമസിക്കാൻ എവിടെ, അന്നത്തെ ദിവസം എന്തോ പ്രത്യേക കാര്യം കാരണം എവിടെ ആൾക്ക് കിടന്നുറങ്ങാനായിട്ട് സ്ഥലം കിട്ടിയില്ല. അപ്പോഴാണ് ആൾക്ക് ഓർമ്മ വരുന്നത്, തന്റെ പഴയൊരു സുഹൃത്ത് ആ ദരിദ്രമായ കുടിലിൽ താമസിക്കുന്ന ആ ഭാര്യയും ഭർത്താവും, അവരെ ഓർമ്മ വരും. അപ്പൊ അവരുടെ അടുക്കിലേക്ക് പോകാന്ന് വിചാരിക്കും. तो जैसे वो चला गया तो वो इतने बड़े खुश हो गए, इतना बड़ा व्यापारी हम गरीब के झोपड़ी में आया, उसको खिलाया पिलाया, चाय पहले खातिरी की, लेकिन सोने से पहले उसने अपनी बैग खोली, कपड़े चेंज करने थे।
അപ്പോ അവിടെ അവരുടെ കുടിലേക്ക് ചെന്നപ്പോ അവർക്ക് പതിക്കും പത്നിക്കും ഭയങ്കര സന്തോഷമായി. ഇത്രയും വലിയ ബിസിനസ്സുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോ ഭയങ്കരമായിട്ട് ആളെ സൽക്കരിച്ചു. ആൾക്ക് കഴിക്കാനും കുടിക്കാനും എല്ലാം ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ആൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നേരത്ത് അദ്ദേഹത്തിന് തന്റെ വസ്ത്രം മാറ്റണമായിരുന്നു. जब बैग खोली तो गरीब की पत्नी की नजर बैग में गई, क्योंकि करोड़ रुपए उसके बैग में पड़े थे, बिजनेस के हिसाब से लाए थे। उसको लगता है अरे हमने तो 500 की नोट नहीं देखी, अब इसके पास इतना बंडल है। उसको रात भर नींद नहीं आती, कैसे लेना है उसको, क्योंकि उसकी बैग तो सिरानी थी। അപ്പൊ അദ്ദേഹം തന്റെ വേഷം മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബാഗ് തുറന്നപ്പോ ബാഗില് കെട്ടുകളായിട്ട് നോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോ ഈ നിർധനനായിട്ടുള്ള വ്യക്തിയുടെ ഭാര്യ അത് കണ്ടു. അപ്പൊ 500 നോട്ടൊന്നും അവര് ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഈ നോട്ടുകെട്ടുകളൊക്കെ കണ്ടപ്പോ അയ്യോ എന്തുമാത്രം പൈസയാണ്. അപ്പൊ അതിൽ നിന്നും നമുക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. രാത്രി ഉറങ്ങാൻ നേരത്ത് ഇതെന്നെ ഓർമ്മ ഇത് ആ ബാഗിനകത്ത് തുറന്നപ്പോ കണ്ടില്ലേ പെട്ടെന്ന് ആ നോട്ടുകെട്ടുകളാണ് ഈ ഭാര്യയുടെ മനസ്സിൽ. तो रात को 12-1 बजे वो बाहर गई और बड़ा से एक पत्थर लाया और सीधा उसके सिर में मार दिया। उसका तो मर्डर हो गया। അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാല് രാത്രിയിൽ പോയിട്ട് ഒരു വലിയ കല്ലെടുത്തു കൊണ്ടുവന്ന് ഇയാളുടെ തലയ്ക്ക് ഇട്ടു, ഈ ബിസിനസ്സുകാരന്റെ. അപ്പോ തലയ്ക്ക് അടിച്ചപ്പോഴേക്കും അയാൾ മരിച്ചുപോയി. तो पति की नींद खुली आवाज से। पति कहता ये क्या हो गया, आवाज क्या हो गया? कहते अब हमारी गरीबी दूर हो गई, देखो कितना पैसा, खोल के दिखाया। पति तो डर गया, ये बात किसी पुलिस वालों को पता चलेगा। लोगों कहते हैं किसी को पता ही नहीं चलेंगे, अभी इस मुर्दे को पीछे जमुना नदी में डाल देते, रफा दफा कर लेते हैं। അപ്പോ ഈ ശബ്ദം കേട്ടിട്ട് പതി എണീറ്റ് വന്നു. എണീറ്റ് വന്നപ്പോ ഇത് എന്തോ ഈ സംഭവിച്ചു ചോദിച്ചപ്പോ ഈ പത്നി ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിരിക്കുകയാണ്. പറഞ്ഞു നോക്കി, ആ പത്നി ആ ബാഗ് തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു നമുക്ക് എന്തുമാത്രം പൈസയാണെന്ന്, നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറി എന്ന് പറയും. അപ്പോ പറയും ഇങ്ങനെ കൊന്നിട്ട് ഇത് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാണ്, നമ്മൾ രണ്ടുപേരും ജയിലിൽ പോകുമെന്ന് പറയും. അപ്പൊ പറയും കുഴപ്പമൊന്നുമില്ല, ഈ ശവശരീരം കൊണ്ടുപോയി നമുക്ക് യമുന നദിയിലിടാം, അത് അതിലങ്ങ് ഒഴുകി പോയിക്കോളും. तो रात को 2 बजे उन्होंने इस मुर्दे को बोरी में डाला। बिल्कुल झोपड़ी के पीछे यमुना नदी फुल पानी से बह रहे थे। रात को जाकर के ढकेलते मुर्दा चला गया। അപ്പൊ അവരുടെ കുടിലിന്റെ പിന്നില് യമുന നദി ഒഴുകുന്നുണ്ടായിരുന്നു. അല്ലേ, ഈ ശവശരീരം വലിച്ചുകൊണ്ട് പോയിട്ട് യമുന നദിയിലേക്ക് ഇട്ടു. जैसे वापिस घर में आए तो देखा खून खून लगा था पूरा दीवार पर। उनको लगा किसी को पता न चले, रातों रात उन्होंने खून के दाग भी मिटाए। അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ വീട്ടിലെല്ലാം രക്തം ഉണ്ടായിരുന്നു. അല്ലേ, അവിടെ ഇവിടെ എല്ലാം രക്തം. അപ്പോ ഇതിനി ആർക്കെങ്കിലും മനസ്സിലാകും എന്ന് പേടിച്ചിട്ട് അവര് ഈ രക്തവും കറകളും എല്ലാം രാത്രിക്ക് രാത്രി തന്നെ കഴുകി വൃത്തിയാക്കി. उन्होंने खून के दाग तो मिटाए, लेकिन कर्मों के दाग को कोई मिटा नहीं सकता। അവര് അവിടെ ഉണ്ടായിരുന്ന രക്തവും രക്തക്കറകളും ഒരു പക്ഷേ അവർക്ക് കഴുകി കളയാൻ കഴിഞ്ഞു. പക്ഷേ അവര് ചെയ്ത കർമ്മത്തിന്റെ കറ കഴുകി കളയാൻ പറ്റുമോ അങ്ങനെ? उन्होंने उसी पैसे से एक प्लॉट लिया, मकान बनाया, दुकान खोला, गहने बनाई, गाड़ी खरीद की, उनकी गरीबी दूर हो गई। അങ്ങനെ അവര് എന്ത് ചെയ്തു, വലിയ വലിയ കടകൾ തുറന്നു. അല്ലെ, അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ ജീവിത സൗകര്യങ്ങളും ഈ ധനത്തിലൂടെ വലിയ വീടുണ്ടാക്കി, അല്ലെ, വലിയ കടകൾ ഉണ്ടാക്കി, വലിയ വണ്ടികൾ മേടിച്ചു. അങ്ങനെ എല്ലാം അവര് ആ ധനം ഉപയോഗിച്ച് ചെയ്തു. लेकिन उन दोनों को कोई बच्चे नहीं थे, दोनों ही पति पत्नी थे। പക്ഷെ അവര് രണ്ടുപേർക്കും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. तो कुछ साल के बाद एक बच्चा भी हो गया। एक ही बच्चा था, खिलाया पिलाया लाड प्यार किया, उसको कलेक्टर बनना जितना पड़ा है। അതായത് പിന്നെ ഒരു കുട്ടി അവർക്ക് ജനിച്ചു. ആ മകനെ അവര് നന്നായിട്ട് പഠിപ്പിച്ചു, അല്ലെ, വളർത്തി, ഒരുപാട് ഓമനിച്ചും താലോലിച്ചും ലാളിച്ചൊക്കെ വളർത്തി ആ കുട്ടിയെ കലക്ടർ ആക്കുന്ന വിധത്തില് പഠിപ്പിച്ചു. लेकिन उस बच्चे को अचानक टाइफाइड हो गया, तो उनको लगता है इस बच्चे को कुछ ना हो जाए, अभी नौकरी ज्वाइन करने वाला है, कलेक्टर बनने वाला है। बहुत खर्चा करके बड़े से हॉस्पिटल में इलाज किया, और इतना खर्चा हुआ, डॉक्टर की फी देने के लिए उन्होंने बनाए थे गहने, उसको बेच दिया। बच्चा ठीक नहीं हुआ। जी क्या लास्ट में क्या बोले? ആഭരണങ്ങൾ. അതായത് എന്നിട്ട് ഈ കുട്ടിക്ക് പിന്നീട് കളക്ടർ ആകാൻ പോവായിരുന്നു. ആ പോസ്റ്റിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ടൈഫോയിഡ് വന്നപ്പോഴേക്കും പിന്നെ അതിനു വേണ്ടിയുള്ള ചികിത്സകളിലേക്ക് പോയപ്പോ ആ കുട്ടി രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവരുടെ ആഭരണങ്ങളും എല്ലാം എടുത്ത് വിറ്റ്, അല്ലെ, ആ കുട്ടിയെ ചികിത്സിക്കാനായിട്ട് അവര്
ശ്രമിച്ചു. बच्चा ठीक नहीं हुआ तो उसको क्या किया फिर, और दूसरे हॉस्पिटल में दिखाया, और उसका भी बहुत खर्चा हुआ, उसके पीछे उनको ली थी गाड़ी, उसको बेच दी, और അപ്പോ सारा पैसा डॉक्टर को दिया। ഓരോ ഹോസ്പിറ്റലിലും അവര് പൈസ ചെലവാക്കാണ് ഈ കുട്ടിയുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ അവര് ആ ഹോസ്പിറ്റലിൽ ശരിയാവാതെ വന്നപ്പോ അവര് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടെ ഇവരുടെ വണ്ടികളൊക്കെ വിൽക്കേണ്ടി വന്നു. കാരണം ഈ കുട്ടിയെ ചികിത്സിച്ച് ഇവരുടെ വണ്ടികളൊക്കെ വിറ്റു. लास्ट में उन्होंने क्या किया, जो दुकान चालू किया था उसको भी बंद किया, बड़े हॉस्पिटल में इसको दिखाया പിന്നെ बच्चे का। വലിയ കടയും ബിസിനസ്സും ഒക്കെ ഉണ്ടായിരുന്നു, അതും അവർക്ക് വിൽക്കേണ്ടി വന്നു ഈ കുട്ടിയെ ചികിത്സിക്കാൻ. मकान बेचा, झोपड़पट्टी में रहने के लिए चले गए, बच्चे का इलाज किया, बच्चा तो भी ठीक नहीं हुआ। അല്ലെ, അങ്ങനെ അവസാനം അവരുടെ വീട് വിൽക്കേണ്ടി വന്നു. അവസാനം അവര് പഴയ പോലെ കുടിലായി. എന്നിട്ട് പോലും അവർക്ക് അവരുടെ കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ല. तो एक दिन वो बच्चा कहता है, पापा जी अपने को जो मिला था पैसा सारा खत्म हो गया, अब मैं जा रहा हूँ। बच्चा गया, तो बच्चा कौन था? അല്ലെ, എന്നിട്ട് പിന്നീട് എന്താണ് നോക്കുമ്പോ ആ കുട്ടി പറഞ്ഞു, പാപ്പാജി നിങ്ങളുടെ അടുക്കലുള്ള എല്ലാ സമ്പത്തും ഞാൻ കാരണം പോയല്ലോ. അതായത് ശരിക്കും എന്താണ്, ഇതെല്ലാം ഇവര് സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ പോയി, കംപ്ലീറ്റ് പോയിട്ട് അവര് വീണ്ടും കുടിലേക്ക് മടങ്ങി വന്നു. അപ്പോ ഈ കുട്ടിയും പിന്നെ മരിച്ചു. ആ കുട്ടി ആരായിരുന്നു? कौन था? ആ ബിസിനസ്സുകാരനെ കൊന്നില്ലേ, ആ ബിസിനസ്സുകാരനാണ് ഇവരുടെ കുട്ടിയായിട്ട് ജനിച്ചത്. जो व्यापारी जिसको मारा था, आत्मा तो मरती नहीं, ना शस्त्रों से कटते हैं ना पानी में डूबते, आ गए वही आत्मा अपना पैसा लेने के लिए बच्चे के रूप में आई, सारा पैसा लिया, चली गई। अगर वो टेंशन करता, अरे भगवान ये मेरे साथ क्या हो रहा है, क्या भगवान ने उसको जो प्रॉब्लम दी, उसने कर्म किया, उसको फल उसको मिला। അല്ലെ, ഇപ്പൊ എന്താ ചെയ്തത്? ആ കുട്ടി അങ്ങനെ അയാളെ കൊന്നിട്ടാണല്ലോ ഇവര് ആ പൈസ അടിച്ചു മാറ്റിയത്. തന്റെ പൈസ തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി വന്നതാണ് അല്ലെ. അങ്ങനെ ആ കുട്ടി വന്ന് ആ പൈസ മുഴുവൻ ഇവരുടെ അടുക്കൽ നിന്ന് തിരിച്ചു മേടിച്ചിട്ട് ആ കുട്ടി പോയി. അപ്പൊ ആത്മാവ് മരിക്കുന്നില്ല. तो ये मैं आपको क्यों सुनाया, आज माँ बाप ने होटल नहीं देखा, पैसा इकट्ठा किया, और बच्चा कोई ऐसा पैदा हुआ गलत संगत में जा रहे, नशा कर रहे और पैसा उड़ा रहे, माँ बाप को टेंशन आ रहे, वो बच्चा कौन है? पिछले जन्मों का हिसाब है। गुस्सा करने से, नशा करने से, मारपिटाई करने से क्या खत्म होगा? इसीलिए कर्म गति को समझ करके स्टेबल रहो, धैर्य चित रहो, साइलेंस में रहो। അല്ലെ, നമ്മള് തെറ്റായ വഴിക്ക് കുറെ സമ്പാദിച്ചു, കുറെ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് മക്കൾ അത് ദൂർത്തടിച്ച് നശിപ്പിക്കുമ്പോൾ നമുക്ക് അത് വളരെയധികം ടെൻഷനും അല്ലെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കർമ്മത്തിന്റെ ഗഹന ഗതി എന്ന് പറയുന്നത് അല്ലെ, അത് ഈ കുട്ടികളെ ഒന്ന് ദൂർത്തടിച്ച് എല്ലാം നശിപ്പിക്കുന്ന ഒക്കെ ശരിക്കും കർമ്മത്തിന്റെ ഗഹന ഗതിയാണ് അല്ലെ. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. आज कई माँ बाप के पास बच्चा जन्मते ही लूला लंगड़ा ऐसा आता है, पूरा जीवन भर में खर्चा करना पड़ता है, क्योंकि उनको पैसा लेने के लिए आपके पास आया है, जन्म लिए। അല്ലെ, ചില അമ്മയ്ക്കും അച്ഛനും കുട്ടികൾ ജനിക്കുമ്പോ തന്നെ അന്ധനാണ്, അല്ലെങ്കിൽ അതുപോലുള്ള അസുഖങ്ങൾ ഉള്ളവരാണ്. അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ അവർ ഒഴുകി വെക്കേണ്ടി വരുന്നു, ഒരുപാട് പൈസയും ചെലവഴിക്കേണ്ടി വരുന്നു അല്ലെ. ഇതൊക്കെ നമ്മുടെ കർമ്മത്തിന്റെ ഗഹന ഗതിയുടെ അല്ലെ ഫലങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. कर्मों का डंडा लगता है, आवाज नहीं आता। അതുകൊണ്ട് കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ലെ. നമുക്ക് അത് മനസ്സിലാവില്ല, പക്ഷെ അനുഭവിക്കേണ്ടി വരും. इसलिए कर्म गति को समझने वाला, और जो हमने 63 जन्मों से पाप कर्म किए हैं उसको चुप्त करने के लिए परमात्मा ने 3 तरीके रखे। 63 ജന്മങ്ങളിലെ നമ്മുടെ പാപകർമ്മങ്ങൾ ഭസ്മമാക്കാൻ വേണ്ടി ഭഗവാൻ 3 ഉപായങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. पहला उपाय है योग लगाओ, तुम्हारे पाप कर्म जो किए हैं तुमने जाने अनजाने सब खत्म हो जाएंगे, योग करो। അല്ലെ, അതുകൊണ്ട് ബാബ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയ ജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകാൻ ആത്മസ്മൃതിയിൽ ഇരുന്ന് പരമാത്മാവിനെ ഓർമ്മിക്കണം, യോഗം ചെയ്യണം. യോഗ തപസ്സിലൂടെ നമ്മുടെ ജന്മാന്തരങ്ങളിലെ പാപങ്ങളെ ഭസ്മമാക്കാൻ കഴിയും. अगर वो भी नहीं कर सकते हो, जो आपको तंग कर रहा है, पति बन करके, सास बन करके, उसी समय उसको सहन करो, कोई संकल्प विकल्प नहीं चलाओ, तब भी आपके दोनों के हिसाब चुप्त हो जाते हैं। അല്ലെ, ഇപ്പൊ നമുക്ക് നമ്മളുടെ വീട്ടിലെ നമ്മുടെ പതിയിൽ നിന്ന് അല്ലെങ്കിൽ പത്നിയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ മറ്റു ചുറ്റുമുള്ള നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്, ദുഃഖങ്ങൾ ഉണ്ടാക്കുകയാണ്, ഒരുപാട് സഹിക്കേണ്ടി വരികയാണ്.
അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ കർമ്മത്തിന്റെ കണക്കുകളാണ്. അല്ലെ? പൂർവ്വജന്മത്തിലെ കണക്ക് നമ്മളിപ്പോ തേടി വന്നിരിക്കുകയാണ്. ആ കർമ്മത്തിന്റെ കണക്കുകളാണ് ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നത്. अब सहन करने के बजाय पति ने कुछ बोला तो पड़ोसी के पास जाकर के बैठेगी, उसके लिए परचिंतन करेगी, उसको बददुआएं देंगी, गुस्से से पानी देंगे और ये हिसाब बन गए। അല്ലെ? അപ്പോ നമ്മുടെ കർമ്മത്തിന്റെ കണക്കാണ് നമ്മളിപ്പോ നേരിടുന്നത്. അതുകൊണ്ട് നമ്മൾ സഹിക്കണം. സഹിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? പതിയോട് ദേഷ്യം വരും, പതി ഇങ്ങനെ കാണിക്കുന്നു, പതി അങ്ങനെ കാണിക്കുന്നു, അല്ലെ? അതിലെ അവരെ പറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കും, മറ്റുള്ളവരോട് പറയും. ഇങ്ങനെ നമ്മള് വീണ്ടും കണക്കുകൾ ഉണ്ടാക്കുകയാണ്. अगर वो भी नहीं करते तो तीसरा भी एक तरीका है, भविष्य में आने वाला महाविनाश, उसमें जो तकलीफें होगी, परिस्थिति आएगी, इससे भी व्यक्ति पावन बन जाता है। उसके कर्मों के सारे 63 जन्मों से पाप धुल जाते हैं, वो पावन बने। क्योंकि बिना पावन बने कोई उस परम धाम में कोई नहीं जा सकता। चाहे योग से पावन बनो, सहन करके पावन बनो, या विनाश के समय पावन बनो। അല്ലെ? അതുകൊണ്ട് അല്ലെ ഭായി പറയാണ്, ഒന്നില്ലെങ്കിൽ നമ്മൾ യോഗം ചെയ്ത് പാവനമാകണം, അല്ലെങ്കിൽ വിനാശത്തിന്റെ സമയത്ത് അല്ലെ പാവനമാക്കും നമ്മളെ. അപ്പൊ അങ്ങനെയുള്ള ഭീകരമായ വിനാശം ഇവിടെ വരും. അപ്പൊ നമ്മൾ എന്തുമാത്രം സഹിക്കേണ്ടി വരും? നമ്മൾ സഹിച്ചേ മതിയാകൂ എന്നുള്ള സ്ഥിതിയാണ് നമ്മളിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് നമ്മള് ഈ സമയത്ത് അല്ലെ യോഗ തപസ്സിലൂടെ നമ്മൾ നമ്മളെ പാവനമാക്കി മാറ്റണം. അല്ലെങ്കിൽ വിനാശത്തിന്റെ സമയത്ത് നമ്മൾ ഒത്തിരി സഹിച്ച് പാവനമാകേണ്ടി വരും. योग से पावन बनने वाला जीवन मुक्ति में सत्ययुग त्रेता में ऊंच पद प्राप्त करता है। ആരാണ് യോഗത്തിലൂടെ പാവനമാകുന്നത്? അവർക്ക് സത്യയുഗത്തിലെ ജീവൻ മുക്ത പദവി, ഉയർന്ന പദവിയിലേക്ക് പോകുവാൻ സാധിക്കും. जो सहन करके हिसाब चुकता करता है, जीवन मुक्ति में पद कम हो जाता है उसका। അല്ലെ? ആരാണോ സഹിച്ച് അല്ലെ പോകുന്നത്, അവർക്ക് ജീവൻ മുക്ത പദവിയിലെ പദവി കുറഞ്ഞു പോകും. और जो विनाश के समय जो हिसाब करके चुकता करके पावन बनता है, वो जीवन मुक्ति में नहीं आता, वो द्वापर कलयुग में मुक्ति में चला जाता है। വിനാശത്തിന്റെ സമയത്ത് ആരാണോ പാവനമാകുന്നത്, അല്ലെ? അങ്ങനെ പാവനമാകുന്നവർക്ക് അവര് സത്യത്രേതായത്തിൽ വരില്ല. അവര് അല്ലെ, കാരണം അടി മേടിച്ചിട്ട് അവര് പാവനമായതാണ്. അതുകൊണ്ട് അവരുടെ കണക്കുകൾ തീർത്താണ്. അതുകൊണ്ട് അവര് ദ്വാപരയുഗത്തിലേ വരത്തുള്ളൂ, അവർ സത്യത്രേതായത്തിൽ വരില്ല. അപ്പൊ ഭായി പറഞ്ഞത് കണക്കുകൾ 3 പ്രകാരത്തിൽ എങ്ങനെയാ തീർക്കുന്നതെന്നാണ്. ഒന്ന് യോഗം ചെയ്തിട്ട്, പിന്നെ ഒന്ന് സഹിച്ചിട്ട്, പിന്നെ വിനാശത്തിന്റെ സമയത്ത് വിനാശത്തിന്റെ അടി മേടിച്ചിട്ട് നമ്മൾ ആ സമയത്തുള്ള ഇതില് നമ്മൾ പാവനമാകുകയാണ്. അപ്പോ അതിലേതാണ് ശ്രേഷ്ഠം? आप तो सागर के पास रहते हैं, सागर के पास परमात्मा ने महावाक्य में कहा है, एक दिन आएगा ये सागर की लहरें और हिमालय को छूने के लिए जाने वाली है। जब हिमालय के लिए ऊपर से छू करके वापिस आएगी, सबको लेके जाकर के अंदर लेके जाएगी। അതുകൊണ്ട് അല്ലെ, അപ്പൊ പ്രകൃതി തത്വങ്ങൾ എങ്ങനെയായിരിക്കും വിനാശ താണ്ഡവം ആടുന്നത്? സാഗരത്തിന്റെ അലകൾ അങ്ങനെ വരുന്ന പറഞ്ഞു ബാബ ഒരിക്കൽ. അതായത് സാഗരത്തിൽ നിന്ന് ഒരു അല ഇങ്ങോട്ട് വന്നിട്ട് അത് ഹിമാലയത്തെ കവർ ചെയ്യും, അല്ലെ? ഹിമാലയത്തെ കവർ ചെയ്തിട്ട് മുഴുവൻ മാനവരാശിയെ എല്ലാത്തിനെയും കൊണ്ട് അത് സാഗരത്തിലേക്ക് മടങ്ങിപ്പോകും. 5000 साल के बाद ये पाप कर्म के लिए धरती की सफाई एक बार जरूर होती है। അതുകൊണ്ട് മനുഷ്യൻ ഇത്രയും പാപകർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ ഭൂമി ഒരു പരിവായിട്ടിരിക്കല്ലേ. അപ്പോൾ ഈ ഭൂമിയുടെ ശുദ്ധികലശം നടക്കണം. ആ ശുദ്ധികലശം കൽപ്പത്തിൽ ഒരിക്കൽ ഈ പ്രകൃതി തത്വങ്ങളിലൂടെ ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ ശുദ്ധികലശം നടക്കും. इसलिए जो ये सागर को दो, ये परमात्मा सागर को दो। सागर को तो देना है, अगर परमात्मा सागर को नहीं देंगे तो ये सागर लेके जाएगा। तो परमात्मा सागर कोई आपसे लेगा नहीं, आप भले यूज करो, लेकिन परमात्मा ने दिया है, मेरा कुछ नहीं है। जब ये समझ करके देंगे तो विनाश के समय आपको कोई तकलीफ ही नहीं होगी, सहज यहाँ से चले जाएंगे। അല്ലെ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ബാബയാകുന്ന സാഗരം, ബാബ സാഗരമാണ്. അല്ലെ? ബാബയെ ഓർമ്മിക്കുമ്പോഴും ബാബയുള്ള ബന്ധത്തിലൂടെയും നമ്മുടെ ആത്മാവിനെ പവിത്രീകരിക്കാൻ, ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് സാധ്യമാകുന്നു. അങ്ങനെ നമ്മൾ യോഗം ചെയ്ത് അല്ലെ കണക്കുകളെ തീർത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സാഗരത്തിന്റെ സുനാമി പോലെയുള്ള വലിയ അലകൾ വന്ന് അല്ലെ നമ്മളെല്ലാവരെയും ശുദ്ധീകരിക്കും, എന്നുവെച്ചാൽ കൊണ്ടുപോകും. അതിന് നമ്മൾ വിധേയരാകേണ്ടതായിട്ട് വരുന്നു, അല്ലെ? അപ്പൊ അതിലേതാണ് നല്ലത്? അല്ലെ?
आप लोग भी सागर के पास रहते हैं, हम भी सागर के पास रहते हैं, लेकिन हम रहते हैं ज्ञान सागर के पास, आप पानी के सागर के पास അല്ലെ? रहते हैं। എല്ലാവരും വെള്ളത്തിന്റെ സാഗരത്തിന്റെ തീരത്ത് താമസിക്കുന്നു. അല്ലെ? നമ്മൾ എവിടെ താമസിക്കുന്നത്? ഭഗവാനാകുന്ന ജ്ഞാനസാഗരന്റെ, ശാന്തി സാഗരന്റെ, അല്ലെ, ആ സാഗര തീരത്താണ് നമ്മൾ ബാബയുടെ സമീപത്താണ് വസിക്കുന്നത്. जैसे इस सागर को लोग देखने के लिए आते हैं बीच में, उस सागर को भी देखने के लिए आते हैं। അല്ലെ? ബീച്ച് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നില്ലേ? അല്ലെ? നമ്മൾ എന്നും പോകുന്നത് ആ ബാബയാകുന്ന ആ സാഗരന്റെ അടുക്കിലേക്കാണ്. इसलिए इस कर्म गति को समझ करके मन को चुप रखो। അതുകൊണ്ട് കർമ്മത്തിന്റെ ഗഹനഗതി എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ നേർവഴിക്ക് കൊണ്ടുപോകും. दूसरा एक पॉइंट सुना करके, वैसे तो 6-7 पॉइंट है लेकिन पूरी नहीं होगी, दूसरा एक पॉइंट सुना करके मैं पूरा करता हूँ। अगर हमें व्यर्थों से बचना है, तनाव टेंशन से बचना है, पॉजिटिव बनना है, जीवन में आने वाली निगेटिव बात को क्या बना दो, पॉजिटिव बना दो, बुराई को भी अच्छाई में बदलो। അല്ലെ? നമ്മുടെ ജീവിതത്തിൽ എന്ത് നെഗറ്റീവ് കാര്യങ്ങൾ വന്നാലും, എങ്ങനെയുള്ള നെഗറ്റീവ് പ്രോബ്ലംസ് വന്നാലും, നമ്മുടെ മനസ്സ് ആ നെഗറ്റീവിനെ എല്ലാം പോസിറ്റീവിലേക്ക് പരിവർത്തനം ചെയ്യണം. അല്ലെ? അങ്ങനെ പോസിറ്റീവിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. अगर किसी ने गाली दी, क्या समझो, गाली नहीं दी, मेरे ऊपर गुलाब का फूल डाल दिया, निगेटिव को क्या बना दो, पॉजिटिव। അപ്പൊ ആരെങ്കിലും നമ്മളെ ഇപ്പോ എന്താണ് നിന്ദിച്ചു, അവര് നിന്ദിച്ചു അപമാനിച്ചു എന്ന് വിചാരിക്കരുത്. അവര് നമ്മളിൽ പുഷ്പവൃഷ്ടി ചെയ്യുകയാണെന്ന് വിചാരിക്കണം. किसी ने अपमान किया, निंदा की, तो क्या कहो, अच्छा इनका भी बहुत दिन का बाकी था, आज पूरा हो गया, मजा आ गई। അപ്പൊ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, അപ്പൊ ഏതോ കുറച്ച് കണക്ക് തീരാനുണ്ടായിരുന്നത് തീർന്നെന്ന് വിചാരിക്കണം. समझो हाँ यहाँ आए हैं, थोड़ा घर में देरी से जाएंगे, जाते लोग बोलेंगे हाँ ओम शांति में जाते हैं, रोज तो सवेरे जाते थे, आजकल शाम को भी शुरू किया, वहीं जा करके वहीं खा के आओ। അല്ലേ? അപ്പൊ നമ്മള് ഇപ്പൊ സെന്ററിലേക്ക് വന്നില്ലേ, ചിലപ്പോ വീട്ടിൽ ചെല്ലുമ്പോ നമ്മളെ അങ്ങനെ പറയുന്ന ആരെങ്കിലും കാണും. അല്ലേ? ആ രാവിലെയാണ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പൊ വൈകിട്ട് പോവാൻ തുടങ്ങിയ. അത് ശരി, അവിടെ പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് പോരും. अब यहाँ तो क्लास सुन के जा रहे, पॉजिटिव थिंकिंग करना है, गुस्सा नहीं करना, ये सब बातें कोई सुनाएगा तो तुरंत आएगा तो सही। അല്ലേ? അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കണം, അല്ലെ, പോസിറ്റീവായിട്ട് കാണണം, പോസിറ്റീവായിട്ട് കേൾക്കണം എന്നൊക്കെയല്ലേ പഠിച്ചത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാ അവരങ്ങനെ പറഞ്ഞ? हाँ, इसीलिए पहले से पक्का करके जाओ, अब मैं घर में जाऊंगी, जाते ही मेरी पूजा हो जाएगी। അല്ലെ? അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളില് അത് പക്ക ഉറപ്പിക്കണം. ആരെന്ത് പറഞ്ഞാലും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും, പോസിറ്റീവ് സ്ഥിതിയിലിരിക്കും. कोई देवी की पूजा होती है, देवी क्या करते हैं, वरदान देते हैं। അല്ലെ? ദേവിയെ പൂജിക്കുമ്പോ ദേവി എന്താ ചെയ്യാ? വരദാനം നൽകും. നിങ്ങൾ ദേവതയാണ്, എപ്പോഴും എല്ലാവർക്കും വരദാനം കൊടുക്കണം. तो आपको भी कोई बोलना शुरू करेगा, आप तुरंत क्या करो, वरदान देना शुरू कर दो। ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറയില്ലേ, अപ്പൊ നമ്മൾ അവർക്ക് മനസ്സുകൊണ്ട് വരദാനം നൽകണം. वरदान मतलब हाथ से नहीं दो, न तो और चिढ़ जाएगी, बड़ी देवी बन करके शक्ल जा करके आईने में देख ले, मन से कहो कि बाबा इनका कल्याण करना, आज कितनी अच्छी अच्छी बातें सुन के आए, अगर ये भी क्लास में होते उनको भी कितना गुस्सा आता है, कितनी दवाई खानी पड़ती है, बाबा इसका भी कल्याण करना। वो आपको बोल रहे लेकिन आप दुआएं दे रहे, तब उसको लगेगा रे, पहले मैं थोड़ा भी बोलता था, ये तो काली का रूप दान करती थी, आज चुप आई, आश्रम के क्लास का कुछ असर हो गया, ये है पॉजिटिव। അപ്പൊ നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ വരദാനി സ്വരൂപത്തിലില്ല. പുറത്ത് നിങ്ങൾ ഇങ്ങനെയൊന്നും ജാട കാണിക്കരുത് കേട്ടാ, പിന്നെ അവര് അതിനു വേണ്ടി വീണ്ടും ബാക്കിയുള്ളത് കൂടി പറയും. അതുകൊണ്ട് അവര് എന്തെങ്കിലും പറയുകയാണെങ്കിലും നമ്മൾ ഇന്നത്തെ ക്ലാസ്